أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد كان لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين الله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. يا ركن معتمد وعصمة لائذي وملاذ منتجع وجار مجاوري يا من تخيره الإله لخلقه فحباه بالخلق الزكي الطاهر. أنت النبي وخير عصبة آدم يا من يجود كفيض بحر زاخر. ميكال معك وجبريل كلاهما مدد لنصرك من عزيز قادر. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവാദരണീയരായ പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, കാരണവന്മാരെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പ്രദേശത്ത് 6 പതിറ്റാണ്ടുകാലമായി നടന്നു വരുന്ന വലിയ മഹത്തായ ഒരു സംഭവമാണ് ബദർ ശുഹദാഇന്റെ അനുസ്മരണവും ഉറൂസ് മുബാറക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ സഹായം നൽകിയ, ഏറ്റവും വലിയ മഹത്വം നൽകിയ, ഏറ്റവും അധികം കാവൽ നൽകിയ, തുല്യതയില്ലാത്ത മഹാന്മാരാണ് അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു. ബദരീങ്ങൾ എന്ന് നാം വിളിക്കുന്നവർ വളരെ ചുരുങ്ങിയ ആളുകളാണ്. 300 ചില്ലറ ആളുകൾ. ആ ആളുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ദീനിനെ ഏറ്റവും നല്ല കാവൽ നൽകി, ഏറ്റവും വലിയ മഹത്വം നൽകി. അവർ മുഖേന അല്ലാഹു തആല പരിശുദ്ധ ദീനിന് വലിയ ഇസ്സത്ത് ഉണ്ടാക്കി തന്നു. നമ്മൾ ഈ ഭൂമിയിൽ അന്തസ്സോടെ ജീവിക്കുന്നതിൻ്റെ, നടക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബദരീങ്ങളാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പന്തലിൻ്റെ ഉള്ളിൽ വെച്ച്, ആ പന്തൽ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ പള്ളിയുണ്ട്, മസ്ജിദുൽ അരീഷ്. ബദറിൽ പോകുന്ന ആളുകൾ അവിടെ കയറി നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ആ പന്തലിന്റെ ഉള്ളിൽ വെച്ച് അന്ന് അവിടുന്ന് ഒരു പ്രാർത്ഥന നടത്തി. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസ്വാബ ഫലാ തുഅബദു ഫിൽ അർളി അബദ. അല്ലാഹുവേ, ഈ ചെറു സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ
300 ചില്ലാനം വരുന്ന ഈ അൻസാർ മുഹാജിറുകൾ അടങ്ങുന്ന ഈ ചെറു സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ ഫലാ തുഅബദു ഫിൽ അർളി അബദ, പിന്നെ ഭൂമിയിൽ ഒരിക്കലും ഒരു കാലത്തും നിനക്ക് ആരാധന നിർവഹിക്കപ്പെടൂല. നിന്നെ വിശ്വസിച്ച് നിനക്കുള്ള ആരാധന നിർവഹിക്കപ്പെടാൻ ഈ ചെറിയ സംഘത്തിന് നീ വലിയ സഹായം നൽകണമെന്ന് ആദരവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മുൻകാല നബിമാർക്കൊന്നും നൽകിയിട്ടില്ലാത്ത വിധം വലിയ ഉത്തരവും സഹായവുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അതിനു മുമ്പ് നാം ഒരു കാര്യം മനസ്സിലാക്കണം. വ്യത്യസ്ത രീതിയിൽ യുദ്ധമുഖങ്ങളെ വിശദീകരിച്ച് പരിശുദ്ധ ഇസ്ലാമിനെ വികലമാക്കാനും വികൃതമാക്കാനും ശ്രമിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം മുന്നോട്ട് നീങ്ങുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബദർ ഉണ്ടാകാനുള്ള സാഹചര്യം 13 വർഷക്കാലത്തെ നിരന്തരമായ പീഡനങ്ങളും മർദ്ദനങ്ങളും ആക്ഷേപങ്ങളും അക്രമങ്ങളുമാണ്. ഇടതടവില്ലാത്ത വിധം നടത്തിയ ആക്ഷേപങ്ങളും അക്രമങ്ങളും, നാട്ടിൽ ഏതെങ്കിലും ആരെങ്കിലും ആളുകളെ ഭീഷണിപ്പെടുത്തുകയോ തച്ച് തകർക്കുകയോ മോഷണം നടത്തുകയോ അപമാനിതരാക്കുകയോ ചെയ്തതിന്റെ പേരിലല്ല ഇതൊന്നും. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉജ്ജ്വലമായ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ നിരന്തരമായുള്ള മർദ്ദനമുറകളായിരുന്നു സ്വഹാബത്ത് നേരിട്ടിരുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം ജീവിതത്തിൽ പരീക്ഷണം നേരിട്ട രംഗം ഏതാണെന്ന് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസം നിറഞ്ഞ ദിവസം ഉഹുദല്ല, മറ്റു സമരമുഖങ്ങളൊന്നുമല്ല. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഹൽ അതാ അലൈക യൗമുൻ അശദ്ദ മിൻ ഉഹുദ്, ഉഹുദിനേക്കാൾ പ്രതിസന്ധിയുള്ള വല്ല ദിവസവും തങ്ങൾക്ക് വന്നിട്ടുണ്ടോ റസൂലേ? ഉണ്ട് ആയിഷ, ഉഹുദിനേക്കാൾ പ്രതിസന്ധിയുള്ള ദിവസം വന്നിട്ടുണ്ട്. എന്തേ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം? ഉഹുദിലാണ് ഇബ്നു ഖംഅത്തിന്റെ ഏറുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നെറ്റിയിൽ നിന്ന് രക്തം തായോട്ടൊലിച്ചിറങ്ങിയത്. ഉഹുദിലാണ് അവിടുത്തെ കയ്യിന്റെ ഭാഗത്ത് നിന്ന് രക്തം പൊടിഞ്ഞു വീണത്. ഉഹുദിലാണ് അവിടുത്തെ മുൻപല്ല് പൊട്ടിപ്പോയത്. ഉഹുദിലാണ് സയ്യിദു ശുഹദാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹുവിനെ തുല്യതയില്ലാത്ത വിധം ശത്രുക്കൾ വലിച്ചു കീറിയത്. ഉഹുദിലാണ് ഒരുപാട് പ്രഗൽഭന്മാരായ സ്വഹാബിമാര് ഷഹീദായത്. മദീനയിലെ ഏറ്റവും നല്ല രൂപത്തിൽ ഓത്തു പഠിപ്പിച്ചിരുന്ന സ്വഹാബി വര്യൻ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അടക്കം പ്രഗൽഭരായ ധാരാളം സ്വഹാബത്ത് ഉഹുദിൽ ഷഹീദായി. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം കണ്ട് പ്രയാസത്തോടുകൂടെ തായോട്ട് നോക്കി നിന്ന് ഒരുപാട് നേരം കരഞ്ഞിട്ടുണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യത്യസ്ത രൂപത്തിൽ പ്രതിസന്ധികൾ നിറഞ്ഞ ഉഹുദിനേക്കാൾ കാഠിന്യമുള്ള വല്ല ദിവസവും ഉണ്ടോ? ഉണ്ട് ആയിഷ. ഏതാണ് നബിയെ ആ പ്രതിസന്ധിയുള്ള ദിനം? എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും താങ്ങും തണലുമായി വർത്തിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ അബൂ ത്വാലിബ് വഫാത്തായി. അതേ, കുറച്ചു സമയം വൈകാതെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്തായി. രണ്ടുപേരുടെയും നിര്യാണ ശേഷം എന്റെ കുടുംബക്കാരിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ച് ഞാൻ സഖീഫിലേക്ക് നീങ്ങി. ത്വായിഫിലെ സഖീഫ് ഗോത്രക്കാരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ അടുത്ത ബന്ധുക്കളായ അമ്മാവന്മാരുടെ മക്കളും മറ്റുമൊക്കെ അവിടെയുണ്ട്. അവരുടെ സഹായം പ്രതീക്ഷിച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത വിധം, എനിക്ക് സഹിക്കാൻ കഴിയാത്ത വിധം ചെറിയ കുട്ടികളെയും ബുദ്ധിയില്ലാത്തവരെയും എന്റെ നേർ കഴിച്ചു വിട്ട് അക്രമങ്ങൾ നടത്തി എന്റെ കാലിൽ നിന്ന് രക്തം മുറ്റി വീണ് പതുക്കെ പതുക്കെ ഞാനൊരു മുന്തിരിത്തോട്ടത്തിന്റെ ഉള്ളിൽ പോയിരുന്നു.
എന്റെ കൂടെ സഹായത്തിന് വന്നിരുന്ന സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ തലക്കീറുകൊണ്ട് തലയുടെ നടുഭാഗം പൊട്ടിക്കീറി. ഞാൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, സെയ്ദേ, നിങ്ങൾ വേഗം മക്കയിലേക്ക് നീങ്ങണം, ആരും കാണാതെ മക്കയിൽ പോകണം, ഞാൻ അങ്ങോട്ട് എത്തിക്കൊള്ളാം. സ്വന്തം കുടുംബക്കാരിൽ നിന്ന് അനുഭവിച്ച അനുഭവമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചെറിയ പ്രതിസന്ധിയല്ല. അബൂ ത്വാലിബ് ഉള്ള കാലത്ത് നബി തങ്ങൾക്ക് നല്ല രക്ഷയായിരുന്നു. കാരണം അബൂ ത്വാലിബ് പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി ലൻ യസിലു ഇലൈക ബിയസിരിഹിം ഹത്താ ഉവസ്സദ ഫിത്തുറാബി ദഫീനാ. എന്റെ തല മണ്ണിൽ വെക്കുന്നത് വരെ ഒരു ശത്രുവും തങ്ങളിലേക്ക് അടുക്കുകയില്ല, ഒരാളും തങ്ങളെ തൊടുകയില്ല. അബൂ ത്വാലിബിന്റെ നിര്യാണ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിക്ക് നടന്നു പോകുമ്പോ ശത്രുക്കൾ മണ്ണ് വാരി തലയിലിട്ടു. അവിടുത്തെ നടത്തത്തിന് പ്രയാസമുണ്ടാക്കി. മണ്ണ് തലയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ മണ്ണ് ഇങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ട് തങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോ അസ്മാ റളിയല്ലാഹു അൻഹ അടക്കമുള്ള മക്കള് ആ മണ്ണിങ്ങനെ തട്ടിക്കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാന്ത്വനിപ്പിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, അബൂ ത്വാലിബ് പറഞ്ഞ വാക്ക് എത്ര യാഥാർത്ഥ്യമാണ്. എന്താ നബിയെ അബൂ ത്വാലിബ് പറഞ്ഞത്? വല്ലാഹി ലൻ യസിലു ഇലൈക ബിയസിരിഹിം ഹത്താ ഉവസ്സദ ഫിത്തുറാബി ദഫീനാ. എന്റെ തല മണ്ണിൽ വെക്കുന്ന കാലം വരെ, ഞാൻ മരിച്ചു മണ്ണിലേക്ക് എന്നെ ഇറക്കി വെക്കുന്ന കാലം വരെ ഒരാളും തങ്ങളെ ലക്ഷ്യമാക്കി വരൂല എന്ന് പറഞ്ഞത് ശരിയാണ്. അബൂ ത്വാലിബ് ഉള്ള കാലത്ത് ഇവര് പലതും ചെയ്യാൻ മടിച്ചിരുന്നു, പേടിച്ചിരുന്നു. അബൂ ത്വാലിബ് അങ്ങ് വഫാത്തായപ്പോഴേക്ക് എന്റെ തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് അവര് മർദ്ദനമുറകൾ വീണ്ടും തുടരുകയാണ്. പല രൂപത്തിലും പല ഭാഗത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അന്വേഷണങ്ങൾ നടക്കുകയാണ്. സ്വഹാബിമാര് ഹിജ്റ പോയ സ്ഥലത്ത് അവിടെ താമസിപ്പിക്കാൻ ഒരു നിലക്കും കൂട്ടാക്കാതെ നജാശി രാജാവിനോട് പറഞ്ഞ് അവരെ തിരിച്ചു മക്കയിലേക്ക് തന്നെ കൊണ്ടുവന്ന് ആദ്യഘട്ടത്തിൽ നീണ്ട മർദ്ദന മുറകൾ നടത്തി. രണ്ടാമതും സ്വഹാബിമാരങ്ങോട്ട് ഹിജ്റ പോയി. രണ്ടാമത്തെ ഘട്ടത്തിനും അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നല്ല വാചാലതയുള്ള നേതാക്കൾ, ഖുറൈശി പ്രമുഖന്മാര് നജാശി രാജാവിന്റെ സമീപത്ത് ചെന്നു. ആ കൂട്ടത്തിൽ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ധാരാളം സ്വഹാബിമാരുണ്ട്. രണ്ടാമത്തെ സംഘത്തിൽ ആദ്യത്തേതിനേക്കാൾ ആളുകൾ കൂടുതലുണ്ട്. അംർ ബിൻ ലാസ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചിട്ടില്ല, ഖുറൈശി പക്ഷത്താണ്. അംർ ബിൻ ലാസ് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ നിന്ന് കുറെ അടിമകൾ ഇവിടെ വന്നിട്ടുണ്ട്, അവരെ വിട്ടുതരണം. ജാശി രാജാവ് പറഞ്ഞു, അവർ അടിമകളാണോ എന്ന് ഞാൻ അന്വേഷിക്കട്ടെ. ജാഫർ റളിയല്ലാഹുവിനെയും കൂട്ടരെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അടിമകളാ? യജമാനന്മാരുടെ സമ്മതല്ലാതെ ഒളിച്ചോടിപ്പോന്ന ആളുകളാണോ? ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും അടിമകളില്ല, ഞങ്ങൾ പൂർണ്ണ സ്വതന്ത്രരാണ്. അപ്പൊ ഈ വന്ന അംർ ബിൻ ലാസിനോടും കൂട്ടരോടും നജാശി രാജാവ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അപ്പൊ ഒന്നാമത്തെ ദിവസത്തെ അടവ് നടന്നില്ല എന്ന് കണ്ടപ്പോ രണ്ടാമത്തെ ദിവസം വന്നിട്ട് അവർ പറഞ്ഞു, രാജാവേ, നിങ്ങളുടെ സഹായം സ്വീകരിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് വന്ന ഈ വിഭാഗം ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും, സ്വഹാബിമാരും സ്വഹാബി വനിതകളും, അവര് നിങ്ങളെ തീരെ ബഹുമാനിക്കുന്നില്ല, മാനിക്കുന്നില്ല. എന്താ കാരണം? ഞങ്ങളൊക്കെ നിങ്ങൾ അടുത്തേക്ക് വരുമ്പോ ഒന്ന് കുനിഞ്ഞു റുക്കൂയിലായി നിന്ന് വളരെ ബഹുമാനത്തോടെ, ചിലരൊക്കെ സുജൂദിൽ തന്നെ സാഷ്ടാംഗം നമിച്ചിട്ടാണ് നിങ്ങളോട് വല്ലതും പറയാറുള്ളത്. അവര് നേരെ നിങ്ങളെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുന്നു എന്നല്ലാതെ ഒരു ബഹുമാനവും നിങ്ങൾക്ക് നൽകിയിട്ടില്ല. ഇത് പറഞ്ഞപ്പോ നജാശി രാജാവ്, അത് ശരിയാണല്ലോ, അവരെന്റെ മുന്നിൽ വന്നിട്ട് ഒന്ന് കുഞ്ഞു നിൽക്കുകയോ ഒന്ന് നെറ്റി വെക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ. ജാഫർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ അങ്ങനെ ചെയ്തത്? ജാഫർ റളിയല്ലാഹു പറഞ്ഞു, അത്തരത്തിലൊരു അഭിവാദ്യം ഞങ്ങളെ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഒരാളെ മുന്നിൽ കുനിഞ്ഞു കൊടുക്കാനോ നെറ്റി വെക്കാനോ അത്തരത്തിൽ അഭിവാദ്യം പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളോട് പഠിപ്പിച്ച അഭിവാദ്യമുണ്ട്, അത് സലാമിന്റെ വചനമാണ്. അപ്പൊ അതും ശരിയാണ് എന്ന് മനസ്സിലാക്കി മനുഷ്യന്മാർക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോ അംർ ബിൻ ലാസും കൂട്ടരും മൂന്നാമത്തെ ദിവസം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബിയെയും, ആ നജാശി രാജാവിന് ഈസാ നബിനെ വിശ്വാസമുണ്ട്, ഈസാ നബിയെ പറ്റിയും മറിയം ബിയെ പറ്റിയൊക്കെ
വികലമായി വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ അഭയം കൊടുത്തിരിക്കുന്ന കൂട്ടർ. ഇഷ്ടംപോലെ പാരിതോഷികങ്ങളാണ് വെച്ചിരിക്കുന്നത് രാജാവിന്റെ മുന്നിൽ. നജാശി രാജാവ് പറഞ്ഞു, ഞാൻ അവരെ വിളിച്ച് അന്വേഷിക്കട്ടെ. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ചോദിച്ചു, ഈസാ നബിയെ പറ്റി നിങ്ങളുടെ വിശ്വാസം എന്താണ്? മറിയം ബീവിയെ പറ്റി നിങ്ങളുടെ വിശ്വാസം എന്താണ്? നിങ്ങൾക്കറിയുന്ന അറിവെന്താണ്? അതിലേതായാലും കുടുങ്ങുന്നാണ് അംർ ബിൻ ആസും കൂട്ടരും വിചാരിച്ചത്. പക്ഷേ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്ന് സുന്ദരമായ സ്ഫുടമായ ശബ്ദത്തിൽ ഓതിക്കൊടുത്തു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്കുർ ഫിൽ കിതാബി മറിയം ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യാ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ فأرسلنا إليها روحنا فتمثل لها بشرا سويا. സൂറത്തു മറിയമിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം വിശദീകരിച്ച് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്ര വഴികൾ വരെയുള്ള ആദ്യ ആ സൂക്തങ്ങൾ മുഴുവനും മോദിക്കൊടുത്തു. ആ സൂക്തങ്ങൾ ഇങ്ങനെ കേട്ട് നജ്ജാശി രാജാവ് വിതുമ്പി കരയുന്നുണ്ട്. നജ്ജാശി രാജാവ് കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹത്തിന്റെ മാറിടം നനഞ്ഞിട്ടുണ്ട്. നജ്ജാശി രാജാവ് പറയുന്നു, നിങ്ങൾ ഈ ഓതിയത് ഹക്കാണ്, സത്യമാണ്. നിങ്ങൾ ഈ ഓതിയത് മുഴുവനും വിശ്വാസയോഗ്യമാണ്. ഇത് തന്നെയാണ് ഞങ്ങളും വിശ്വസിക്കുന്ന വിശ്വാസം. നിങ്ങളെ ഒരു നിലക്കും ഇനി ആരുടെയും കൂടെ പറഞ്ഞേക്കുന്ന പ്രശ്നമില്ല. അംർ ബിൻ ആസിനെയും കൂട്ടരെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ 3 ദിവസവും വന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ്. അതുകൊണ്ട് പാരിതോഷികങ്ങൾ മുഴുവനും എടുത്ത് എളുപ്പത്തിൽ ഈ നാട് വിട്ടുപോകണം. ഇനി ഹിജ്റ വന്ന ആൾക്കാരെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരാൻ പാടില്ല. അപ്പോഴാണ് സ്വസ്ഥമായി ജാഫർ റളിയല്ലാഹു അൻഹുവും ബാക്കിയുള്ള മുഹാജിറുകളും ഹബശയിൽ അവർ കൂടുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തി എന്നറിഞ്ഞപ്പോൾ നജ്ജാശി രാജാവ് തന്നെ മദീനയിലേക്ക് പോകാനുള്ള വഴികൾ ഒരുക്കി കൊടുത്തു. ചെറിയ ഒരു സമാധാനത്തിന് വേണ്ടി, വലിയ ഒരു ജീവിതത്തിന് വേണ്ടി നാട് വിട്ടുപോയിട്ടും വേട്ടയാടപ്പെടുന്ന ആളുകളായിരുന്നു സ്വഹാബിമാർ. നമ്മൾ ആലോചിക്കണം, മർദ്ദന മുറകളുടെ സർവ്വസീമകളും ലംഘിച്ചിട്ടാണ് മുശ്രിക്കുകൾ അവരെ പിന്തുടരുന്നത്. സാമ്പത്തിക രംഗത്ത് ബഹിഷ്കരണം ഉണ്ടാക്കിയിട്ടുണ്ട്, സാമൂഹിക രംഗത്ത് ബഹിഷ്കരണം ഉണ്ടാക്കിയിട്ടുണ്ട്, കുടുംബ രംഗത്ത് ബഹിഷ്കരണം ഉണ്ടാക്കിയിട്ടുണ്ട്, തൊഴിൽ രംഗത്ത് ബഹിഷ്കരണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോന്നും എണ്ണിപ്പറയാൻ ധാരാളം സമയങ്ങൾ എടുക്കും. ഞാൻ പറയട്ടെ, ഇതെല്ലാം ഉണ്ടായിട്ടും വളരെ ക്ഷമയോടുകൂടെ നിലനിന്നവരാണ് മുസ്ലിങ്ങൾ. 13 വർഷക്കാലം നിരന്തര പീഡനങ്ങൾ നടത്തിയിട്ടും ഒരാളെപ്പോലും എതിർക്കുകയോ ഒരാളെപ്പോലും മാട്ടിയോടിക്കുകയോ തിരിച്ചു പ്രതിരോധിക്കുകയോ ചെയ്തിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തി. 2ാമത്തെ വർഷം കേൾക്കുന്ന കേൾവി, മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന മുഹാജിറുകളുടെ വീടും നാടും സ്ഥലവും കുടുംബവും സമ്പൽ സമൃദ്ധിയുമെല്ലാം മക്കയിലുള്ള നേതാക്കൾ കൈക്കലാക്കി. 1ഉം 2ഉമല്ല, ധാരാളം സ്വഹാബിമാര് വന്നിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ ഒന്നും എടുക്കാതെ മദീനയിലെത്തിയവരാണ്. അവരെ സമ്പത്ത് മുഴുവനും മുശ്രിക്കുകളുടെ നേതാക്കൾ കൈക്കലാക്കി. സ്വന്തം പറമ്പാണ്, സ്വന്തം വീടാണ് എന്ന വ്യവസ്ഥയിൽ ജീവിക്കാൻ തുടങ്ങി. സമ്പൽ സമൃദ്ധികൾ മുഴുവനും സ്വീകരിച്ച് ജീവിക്കുമ്പോൾ ചെറിയ ഒരു സംഗതിയല്ല കിട്ടുന്നത്. തിരിച്ചു മക്കയിൽ പോയാലിന് ജീവിക്കാൻ വീടില്ല, അവിടെ എന്തെങ്കിലും ചെയ്യാൻ സമ്പത്തില്ല. ആ തരത്തിൽ പരാക്രമങ്ങൾ നടത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചെറിയ പ്രതിരോധത്തിന് സമ്മതം നൽകിയതാണ്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ. മർദ്ദിതരായതുകൊണ്ടാണ് അല്ലാഹു തആല യോദ്ധാക്കൾക്ക് സമ്മതം നൽകിയത്. ഏതാണ് ആ മർദ്ദിതം? നമ്മൾ ആലോചിച്ച് നോക്കണം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആരെങ്കിലും ഒരു ഉച്ചകോടിയിലോ ഒരു സംഗമത്തിലോ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞതല്ല. നിങ്ങൾ നോക്ക്, റഷ്യ പോയിട്ട് യുക്രൈനെ തകർക്കുന്നത് ഒരു ചെറിയ വ്യവസ്ഥയിൽ സമ്മതം കൊടുക്കാത്തത് കൊണ്ട്, കീഴ്പ്പെട്ട് കൊടുക്കാത്തത് കൊണ്ട് ആ നാടിനെ ചുട്ടു ചാമ്പലാക്കി അരിച്ചു പെറുക്കി ഇനി ആ നാട്ടിൽ ഒന്നുമില്ലാത്ത രൂപത്തിൽ ഭസ്മാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ദിവസമായി, എത്ര ലക്ഷം ആളുകൾ പലായനം ചെയ്തു.
കോടിക്കണക്കിന് നഷ്ടങ്ങൾ ഓരോ ദിവസവും ഉണ്ടായിത്തീരും. അറിയുന്ന കണക്കനുസരിച്ച്, അറിയാത്ത കണക്ക് പറയും. ഈ 13 വർഷക്കാലത്തെ നിരന്തര പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഒരു ചെറുത്തു നിൽപ്പെന്ന നിലയ്ക്ക് അള്ളാഹുവിന്റെ ഒരു സമ്മതം. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ, മർദ്ദിതരായതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ മർദ്ദന മുറകളൊക്കെ അപ്പുറത്ത് കടന്നു. പലപ്പോഴും മദീന മക്കയിൽ വെച്ച് സ്വഹാബത്ത് നിരന്തരം പീഡിപ്പിക്കപ്പെടുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞ അഭ്യർത്ഥന, ക്ഷമിക്കണമെന്ന്. ക്ഷമിക്കണം, സഹിച്ച് ജീവിക്കണം, അല്ലാഹു തആല പരിഹാരം തരും. വളരെയധികം പ്രയാസങ്ങൾ സഹിച്ച ആളുകളൊക്കെ ഒന്ന് കാര്യങ്ങൾ പറയുമ്പോൾ തങ്ങൾ പറയും ക്ഷമിക്കണം. ആദ്യമായിട്ട് വിശുദ്ധ ഇസ്ലാമിൽ ഷഹീദായ മർദ്ദന മുറകളിലേറ്റ കുടുംബമാണ് യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം. യാസിർ റളിയല്ലാഹു അൻഹുവിനെയും സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയെയും അമ്മാർ റളിയല്ലാഹു അൻഹയെയും പീഡിപ്പിക്കുന്നത് കണ്ട് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് തങ്ങൾ അവരോട് പറയുന്ന വാഗ്ദാനം, സ്വബ്റൻ ആല യാസിർ ഇന്ന മൗഇദകുമുൽ ജന്ന. യാസിർ കുടുംബമേ ക്ഷമിക്കുവീൻ, നിങ്ങളുടെ വാഗ്ദത്ത സ്ഥലം സ്വർഗമാണ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗം തരും, ഒരു പ്രശ്നവും കരുതണ്ട. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹുവിന് നൽകിയ പീഡനങ്ങൾ സഹോദരങ്ങളെ വിവരിക്കാൻ കഴിയില്ല. ഒരു മുഅ്മിനായ മനുഷ്യന് കേൾക്കാൻ പോലും കഴിയില്ല. അത്തരത്തിൽ തുല്യതയില്ലാത്ത പീഡനങ്ങളാണ്. പ്രായം ചെന്ന് യാസിർ റളിയല്ലാഹു അൻഹു പീഡിപ്പിച്ച് അവശനാക്കി ആ ശരീരത്തെ മർദ്ദിക്കുമ്പോ പ്രതിരോധിക്കാൻ കരുത്തുള്ള ആളുകൾ അവരെ ഇവരുടെ ഈ മർദ്ദനങ്ങളും പീഡനങ്ങളും അസഹ്യമായിട്ട് മറ്റു പല ഭാഗങ്ങളിലേക്കും യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ വെച്ച് ഖുർആൻ ഓതിയിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖുർആനോത്ത് വിലക്കേർക്കടുപ്പെടുത്തു പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കാരത്തിൽ ഖുർആൻ ഓതും. അന്ന് ഫർള് നിസ്കാരങ്ങളില്ല, പക്ഷേ സുന്നത്ത് നിസ്കാരമുണ്ട്. അന്നും രാത്രിയിലെ സുന്നത്ത് നിസ്കാരത്തിൽ മഹാനവർകൾ ഖുർആൻ ഓതിയാൽ പരിസര പ്രദേശങ്ങളിലുള്ള സഹോദരിമാര് മുഴുവനും അവർ കിടക്കുന്ന കിടപ്പറകളിൽ നിന്ന് ശരീരം എടുത്തു മാറ്റി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്ത് പോയിരിക്കുന്നു. ഖുർആനിന്റെ വശ്യമനോഹരമായ ശൈലി അവർ കേട്ടിട്ട് അമ്പരന്നു പോകുന്നു. വീട്ടുകാര് രാവിലെ വീട്ടിലെ നേതാക്കന്മാരായ ഖുറൈശി മൂപ്പന്മാര് എഴുന്നേറ്റ് നോക്കുമ്പോ ഭാര്യയെ കാണുന്നില്ല, ഉമ്മയെ കാണുന്നില്ല, മക്കളെ കാണുന്നില്ല. തെരഞ്ഞു പോകുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്താണ്. നിങ്ങൾ എന്തിനാ വന്നത്? വിശുദ്ധ ഖുർആനിന്റെ ശബ്ദം കേട്ടിട്ട്, സന്തോഷം കേട്ടിട്ട് അതൊന്ന് കേൾക്കാൻ വേണ്ടി വന്നിരുന്നതാണ്. അവർക്കൊക്കെ പേടിയായി പോയി. സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ ഖുർആനോത്ത് തുടർന്നാൽ നമ്മുടെ ഭാര്യമാരും മക്കളും സഹോദരിമാരും മുഴുവനും അവരുടെ മാർഗത്തിൽ ചേർന്നു പോകും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഒന്നുകിൽ ഖുർആനോത്ത് നിർത്തണം, അല്ലെങ്കിൽ ഇവിടം വിട്ടു പോകണം. ഇവിടം വിട്ടുപോകണം. സ്വന്തം വീട്ടിൽ വെച്ചാണ് ഖുർആൻ ഓതുന്നത്, ആരുടെയും വീട്ടുമുറ്റത്ത് പോയിട്ടല്ല. ഈ ഖുർആൻ ഓതിയതിനാണ് അവർ വന്ന് പറയുന്നത്, ഒന്നുകിൽ ഖുർആനോത്ത് നിർത്തണം, അല്ലെങ്കിൽ വീട് വിട്ടുപോകണം. സഹോദരന്മാരെ, വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾക്ക് പല ഭാഗത്തുനിന്നും വിലക്ക് ഏർപ്പെടുത്തപ്പെടുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നമ്മൾ നന്നായി ചിന്തിക്കണം. ബദരീങ്ങളെ കാവൽ അല്ലാഹു ദായിമാക്കി തരട്ടെ. ബദരീങ്ങളെ മഹത്വം കൊണ്ട് മുസ്ലിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അല്ലാഹു തആല നല്ല സൗഹാർദ്ദത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം തരട്ടെ. ബദരീങ്ങളെ കാവൽ കൊണ്ട് അല്ലാഹു വലിയ ഇസ്സത്ത് നൽകുമാറാകട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഖുർആനോത്ത് നിർത്താനാകൂല, എന്നാ നിങ്ങൾ വീട് വിട്ടുപോയിക്കോളൂ. മഹാനവർകൾ സാധന സാമഗ്രികൾക്ക് എതിരെ കെട്ടുണ്ടാക്കി ഒരു വാഹനപ്പുറത്ത് മഹാനവർകൾ യാത്രക്കൊരുങ്ങി. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, പോകുന്ന വഴിയിൽ ഇബ്നു ദുഗന എന്ന് പറയുന്ന വലിയൊരു കാരണവർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടു. നിങ്ങൾ എങ്ങോട്ടാണ്? നിങ്ങളെ നാട്ടുകാരി എന്നെ ഇവിടെ നിന്ന് പുറത്താക്കി, ഞാൻ എൻ്റെ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് ഖുർആൻ ഓതിയത് അവർക്ക് സഹിച്ചില്ല, എന്നോട് പോകാൻ വേണ്ടി പറഞ്ഞു, ഞാൻ പോവുകയാണ്.
ഇബ്നുദ്ദുഗന പറഞ്ഞു മിസ്ലുക ലാ യുഖ്റജ്, നിങ്ങളെപ്പോലോത്തവര് നാട് വിട്ടു പോകാൻ പാടില്ല. ഇന്നക ലതസിലുർ റഹിം വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതഖിറുൽ ലൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖ്. ഒരുപാട് മാന്യതയുടെ മഹൽ ഗുണങ്ങൾ മേളിച്ച വ്യക്തിത്വമാണ് നിങ്ങൾ. ഈ നാട്ടിലെ അശരണർക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി നിങ്ങളെ സമ്പത്തിൽ നിന്ന് നല്ലൊരു വിഹിതം എപ്പോഴും ചെലവ് ചെയ്യുന്ന ആളാണ്. പരിചയമുള്ളതോ ഇല്ലാത്തതോ ആകട്ടെ, ഒരു ഗസ്റ്റ് നാട്ടിൽ വന്നാൽ ആരും സൽക്കരിക്കാൻ കൊണ്ടുപോകാൻ മടിക്കുമ്പോഴും നിങ്ങൾ സൽക്കരിക്കുന്ന ആളാണ്. സത്യത്തിന്റെ ഭാഗത്ത് എന്ത് പ്രതിസന്ധികൾ വന്നാലും ജനങ്ങളെ സഹായിക്കാൻ സന്നദ്ധത കാണിക്കുന്ന ആളാണ് നിങ്ങൾ പോകാൻ പാടില്ല. നിങ്ങൾക്ക് ഞാൻ അഭയം തന്നിട്ടുണ്ട്, നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു സംരക്ഷണം സ്വീകരിച്ചുകൊണ്ട് വീട്ടിൽ പോയി. അന്നത്തെ രാത്രിയും ഖുർആൻ ഓതി. നിസ്കരിക്കുമ്പോ സഹോദരിമാര് വീട് വിട്ട് ഇറങ്ങിപ്പോയി. ഖുർആനിന്റെ മനോഹാരിത, ഖുർആനിന്റെ വശ്യത അത്രയും വലുതാണ്. സഹോദരന്മാരെ, നമ്മൾ ഖുർആൻ കേട്ടിട്ട് എങ്ങനെ അടുത്തേക്ക് വരാത്തത് എന്താണെന്നറിയോ? ഖുർആനുമായുള്ള ആത്മീയമായ അറിവ്, ഖുർആനുമായുള്ള ആശയ സംബന്ധിയായ അറിവ് നമുക്ക് തുലോം കണക്കിന് കുറവാണ്. അള്ളാഹു നമുക്കത് ഏറ്റി തെരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ നന്നായി പഠിച്ച് അറിഞ്ഞ് കഴിവുള്ള ഒരാളാണെങ്കിൽ എത്ര മണിക്കൂർ കണക്കിന് ഒരു ഖുർആനോത്ത് കേട്ടാലും ഇരിക്കാൻ തോന്നൂല, നിൽക്കാൻ പോകൂല, പോവാൻ തോന്നൂല. അവിടെ നിന്നാണ് കേൾക്കുന്നത്. സുബഹി ആയാലും വേണ്ടിയില്ല, വൈകുന്നേരം ആയാലും വേണ്ടിയില്ല, വേറെ എന്ത് സംഗതി ആയാലും വേണ്ടിയില്ല. അത്തരത്തിലൊരു സ്വാധീന ശക്തിയുള്ളത് ഖുർആനല്ലാതെ മറ്റൊന്നിനുമില്ല. എത്രമാത്രം വലിയ സ്വാധീനമാണ് ഖുർആനുള്ളത്. അന്ന് രാത്രി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതി. രാവിലെ നോക്കുമ്പോ കൂടെ കിടക്കുന്ന ഭാര്യയെ കാണുന്നില്ല, മക്കളെ കാണുന്നില്ല. അപ്പുറത്ത് നോക്കുമ്പോ, റൂമിൽ നോക്കുമ്പോ ഉമ്മാനെ കാണുന്നില്ല. അവർ പുറത്ത് നോക്കുമ്പോ ഒക്കെ ഉണ്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടുമുറ്റത്ത്. സിദ്ദീഖ് റളിയല്ലാഹുവിനെ ആരും വിളിച്ചിട്ടൊന്നുമില്ല, പോസ്റ്റ് ഒട്ടിച്ചിട്ടൊന്നുമില്ല, ഞങ്ങളൊക്കെ വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഓത്ത് കേൾക്കുമ്പോഴേക്ക് ഇവർ പാതിരാത്രിയിലാണ് ഉറക്കൊക്കെ മാറ്റി എഴുന്നേറ്റ് പോകുന്നത്. അങ്ങനെ ഖുർആനിന്റെ ഒരു സ്വാധീനം അങ്ങനെയാണ്. വിദേശ രാഷ്ട്രങ്ങളിലും വ്യത്യസ്ത സ്ഥലങ്ങളിലൊക്കെ പരിശുദ്ധ ഖുർആനിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോഴും 10,000-കണക്കിന് ആളുകൾ വിശുദ്ധ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കൂലം കുത്തിക്കൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം മനസ്സിലാക്കി അള്ളാഹു ഖുർആൻ കൂടുതൽ ഉൾക്കൊള്ളാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഖുർആൻ നന്നായി പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയില്ല പുറത്തിങ്ങനെ ആൾക്കാർ വന്നിരിക്കുന്നൊന്നും. നേരം വെളുത്തപ്പോ ഇവരൊക്കെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്നലല്ലേ വീട്ടിൽ നിന്ന് പോയത്, പിന്നെ ആരെ നിങ്ങൾ ഇങ്ങോട്ട് കയറ്റിയതെന്ന് വെച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ നേതാവല്ലേ ഇബ്നുദ്ദുഗന, കാരണവന്മാരിൽപ്പെട്ട ആളല്ലേ, ശരിയാണ്, അദ്ദേഹം എനിക്ക് അഭയം തന്നിട്ടുണ്ട്. ഇവര് വേഗം ഇബ്നുദ്ദുഗനയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ നേതാവാണ്, കാരണവരാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞ ഒരാൾക്ക് നിങ്ങൾ എന്തിനാ അഭയം കൊടുത്തത്? ഒന്നുകിൽ ആ അഭയം പിൻവലിക്കണം, അല്ലെങ്കിൽ പോകാൻ വേണ്ടി പറയണം. ഇബ്നുദ്ദുഗന പേടിച്ചുപോയി. ഇബ്നുദ്ദുഗന തിരിച്ചു വന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, അവരൊക്കെ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റുദ്ദ ജവാറക്, റുദ്ദ ജിവാറക്, നിങ്ങളുടെ അഭയം നിങ്ങൾ തിരിച്ചെടുത്തോളൂ. ഞാൻ അള്ളാഹുവിന്റെ കാവൽ കൊണ്ട് തൃപ്തിപ്പെടും. എനിക്ക് അള്ളാഹുവിന്റെ അഭയം മതി, അള്ളാഹുവിന്റെ സംരക്ഷണം മതി, നിങ്ങളുടെ കാവൽ വേണ്ട. ഖുർആൻ ഓതിയതിനാണ് പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയില് പരിശുദ്ധ ഖുർആൻ ഓതി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മത്താഫ് സഹോദരന്മാരുടെ ആരുടെയും ഉടമസ്ഥതയിലല്ല, ഒരാളുടെയും ഉത്തരവാദിത്തത്തിലല്ല, അത് അള്ളാഹുവിന്റെ ഭവനമാണ്. അവ്വലു ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കാ, മനുഷ്യർക്ക് വേണ്ടി, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ലോകത്ത് സ്ഥാപിക്കാൻ വേണ്ടി മലക്കുകളോട് ഉത്തരവിട്ട ഗേഹമാണ് പരിശുദ്ധമായ മക്ക. ആ മക്കയിലെ മത്താഫില് കഅബയുടെ ചുറ്റും അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിയതിന്റെ പേരിൽ അബൂജഹൽ വന്ന് മഹാനവർകളെ പിടിച്ച് താഴെയിട്ട് നിരന്തരം മർദ്ദിച്ചു. മർദ്ദനത്തിന് അവന് ആ ഒതുക്കം മർദ്ദനത്തിന്റെ മുറകൾ അവന്റെ ശൗര്യം തീരാത്തത് കൊണ്ട്, വിഷമം തീരാത്തത് കൊണ്ട്, ദേഷ്യം തീരാത്തത് കൊണ്ട് ഒരു കത്തിയെടുത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാതങ്ങ് അരിഞ്ഞു മാറ്റി.
അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയതിന്റെ പേരിലാണ്, പരിശുദ്ധ ഖുർആൻ ഓതിയതിന്റെ പേരിലാണ് കാതറിഞ്ഞു മാറ്റിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതിന്റെ പേരിൽ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു എത്ര തവണ ബോധം കെട്ടിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ബോധം കെട്ടതല്ല, വിശ്വാസം സ്വീകരിച്ച് ജോലിക്ക് പോകുമ്പോ മുതലാളിയായ ആസിബ് ഇബ്നു വായിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിലേക്ക് നല്ല പഴുപ്പിച്ച ഇരുമ്പ് വെച്ച് കൊടുക്കുന്നു. രോമങ്ങളൊക്കെ കരിഞ്ഞ് തലച്ചോറിന്റെ ഉള്ളിൽ പകച്ച് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ പുക പൊന്തിയിട്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ബോധം കെട്ടി വീഴുന്നു. മരിച്ചു എന്ന് കരുതിയിട്ട് ആസിബ് ഇബ്നു വായിൽ അങ്ങോട്ട് പോകും. പിന്നെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് നല്ല സുഖം കിട്ടും. പിന്നെയും പണിക്ക് വരുമ്പോഴും ആസിബ് ഇബ്നു വായിൽ ചെയ്യുന്ന പണി ഇതാണ്. സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഖബ്ബാബ് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഒന്നും രണ്ടും തവണയല്ല, ധാരാളം പ്രാവശ്യം എൻ്റെ യജമാനൻ എന്നെ പീഡിപ്പിക്കുന്നു. പലപ്പോഴും പഴുത്ത ഇരുമ്പന്റെ ശരീരത്തിൽ വെച്ച് കുത്തി നോവിപ്പിക്കുന്നു. എൻ്റെ ശരീരത്തിൽ പരിക്കേൽപ്പിച്ച ഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ചുട്ടുപഴുത്ത ഇരുമ്പങ്ങനെ വെച്ച് വേവിച്ച അവസ്ഥകൾ തലഭാഗത്തും പെരടി ഭാഗത്തും പല ഭാഗങ്ങളിലുമുണ്ട്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഇസ്ബിർ, ക്ഷമിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം തരും, നന്നായി ക്ഷമിക്കുക. പരിഹാര മാർഗത്തിന് വേണ്ടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് സ്വസ്ഥമായി പോയിട്ടും അതേ അവിടെയുള്ള ജീവിതവും ഒരു നിലക്കും സമ്മതിപ്പിക്കാൻ കഴിയാതെ മക്കയിലുള്ള ഭൂസ്വത്ത് മുഴുവനും കൊള്ളയടിച്ച് മക്കയിലുള്ള വീട് മുഴുവനും കൈക്കലാക്കി സ്വന്തം സമ്പത്ത് പോലെ ഉപയോഗപ്പെടുത്തി ആ സമ്പത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് സ്വത്ത് കൊണ്ട് അബൂ സുഫിയാനും കൂട്ടരും ഷാമിലേക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന യാത്ര, ആ യാത്രയെ നേരിടാൻ വേണ്ടി പോകുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും. എങ്ങനെ നേരിടാൻ? അബൂ സുഫിയാനെയും കൂട്ടരെയും തടഞ്ഞു നിർത്തിയിട്ട് ആ സ്വത്തിന്റെ അവകാശികളായ ആളുകൾക്ക് വേണ്ട സ്വത്ത് നേർക്ക് നേരെ ചോദിച്ചു വാങ്ങിയിട്ട് വിഹിതിച്ചു കൊടുക്കാനാണ്, തല്ലിത്തോൽപ്പിക്കാനല്ല. പക്ഷേ അബൂ സുഫിയാൻ നല്ല നേതൃപാടവുമുള്ള നല്ല കഴിവുള്ള ആളാണ്. അബൂ സുഫിയാൻ മദീന ഭാഗത്തിലൂടെയാണ് തിരിച്ചു വരുന്നത്. പോയതാ ഭാഗത്തിലൂടെയാണ്, തിരിച്ചു വരുന്നതും ആ ഭാഗത്തിലൂടെയാണ്. അതേ എളുപ്പം മക്കയിലേക്കുള്ള റൂട്ട് അതാണ്. വേറെയും റൂട്ടുകളുണ്ട്. തിരിച്ചതേ ഭാഗത്തിലൂടെ വരുമെന്ന് കരുതിയിട്ട് മറ്റൊരു വഴിക്ക് പോയി അവരെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടി, നിർത്താൻ വേണ്ടി, തടയാൻ വേണ്ടി പോകുമ്പോ അബൂ സുഫിയാൻ കാലക്കൂട്ടി ആളുകളെ അയച്ചു. വഴിയോരങ്ങളിൽ എവിടെയെങ്കിലും മദീനക്കാര് തപസ്സിരിക്കുന്നുണ്ടോ, വന്നു പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പോഴാണ് അബൂ സുഫിയാന്റെ ആളുകൾ മനസ്സിലാക്കിയത്, അതെ ഇവിടെ ഈ വഴിയിലൂടെ മദീനയിൽ നിന്ന് കുറെ ആളുകൾ 100-300ഓളം ആളുകൾ പോകുന്നത് കണ്ടു. ആ വിവരം തിരിച്ച് അബൂ സുഫിയാനോട് പോയി പറഞ്ഞപ്പോ അബൂ സുഫിയാൻ ആദ്യം ചെയ്തത് ഈ കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു മനുഷ്യനെ കോലം കെട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ മക്കയിൽ പോയിട്ട് പരിഭ്രാന്തി സൃഷ്ടിക്കണം. നിങ്ങളുടെ ഒട്ടകത്തിന്റെ 2 കാതുകളും മരിഞ്ഞ് അതിന്റെ രക്തം കൂടുതൽ ഒഴുകുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് മുറിവ് വരുത്തിയിട്ട് രക്തം ചീറ്റുന്ന രീതിയിൽ വികൃതമായ ഒട്ടകവുമായി നിങ്ങൾ മക്കയിലേക്ക് ചെല്ലണം. എന്നിട്ട് മക്കക്കാരോട് പറയണം, നിങ്ങളുടെ കച്ചവട സംഘത്തെ മദീനക്കാര് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്, പെട്ടെന്ന് അവരെ രക്ഷപ്പെടുത്തണം. അബൂ സുഫിയാൻ സ്വീകരിച്ചൊരു ശൈലിയാണ് പ്രതിരോധത്തിന് വേണ്ടി. ആ പറഞ്ഞു വിട്ട ആള് മക്കയിൽ ചെന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചപ്പോ അബൂജഹലും കൂട്ടരൊക്കെ ഒരുങ്ങി. നമ്മുടെ ഇത്രയും ലക്ഷക്കണക്കിന് രൂപക്ക് വാങ്ങിക്കൊണ്ടുവരുന്ന സമ്പത്ത് മുഴുവനും, ദിർഹമിന് ദീനാറ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമ്പത്ത് മുഴുവനും പോയാൽ പിന്നെയും മക്കയിൽ ജീവിക്കാൻ കഴിയൂല. ആ പറയുന്ന ലക്ഷക്കണക്കിന് രൂപൊന്നും അവരുടേതല്ല, അതാണ് വിഷയം. ആ ലക്ഷക്കണക്കിന് ദിർഹമും ദീനാറൊന്നും ആ പോകുന്ന കച്ചവട സംഘത്തിൻ്റെതല്ല. അതിൽ വലിയ ഒരു ശതമാനം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിൻ്റെതുണ്ട്. അതുപോലെ തന്നെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിൻ്റെ ഉണ്ട്. ധാരാളം സഹാബിമാരുടേതുണ്ട്. അതൊക്കെയാണ് അവരെടുത്തു പോയിട്ടുള്ളത്. അങ്ങനെ തിരിച്ച് നമ്മുടെ കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്തണം എന്ന് കരുതിയിട്ട് എന്ന ഒരു തീരുമാനത്തിൽ വലിയ ഒരു സംഘത്തെ സംഘടിപ്പിച്ചു അബൂജഹലും കൂട്ടരും. അന്ന് പോകാൻ കഴിയൂല എന്ന നിലക്ക് പതുങ്ങി നിന്ന ആളാണ് അബൂ ലഹബ്.
അബൂലഹബ് വലിയൊരു നേതാവാണ്. അബൂലഹബ് വരാതിരുന്നപ്പോ അബൂജഹൽ കുറച്ച് കുന്തിരിക്കവും കുറച്ച് പുകയിപ്പിക്കുന്ന ഇലകളും ഒരു പുതപ്പും തലയണൊക്കെ കൊടുത്തയച്ചിട്ട് പറഞ്ഞു, ഈ തലയണ അവിടെ വെച്ച് പുതപ്പ് വിരിച്ച് ഇതൊക്കെ പുകയിപ്പിച്ച് ഭാര്യന്റെ കൂടെ നല്ല സുഖിച്ച് കിടന്നോളൂ, നിങ്ങളൊന്നും ആണുങ്ങളെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റൂല, നിങ്ങളൊക്കെ ഒരു പെണ്ണാണ് എന്ന് പറഞ്ഞു. അബൂലഹബ് പോകാത്തതിന്റെ രഹസ്യം, മക്കയുടെ പുറത്ത് അബൂലഹബിനെ കണ്ടാൽ അബൂലഹബിനെ വകവരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂലഹബിന്റെ കുടുംബത്തിന്റെ അക്രമം കൊണ്ട് തന്നെ. സ്വന്തം ബാപ്പാന്റെ സഹോദരനാണ് മൂത്താപ്പൻ, പക്ഷെ ഇത്തരത്തിൽ അക്രമം വഹിച്ചു വിട്ട കുടുംബക്കാരിൽപ്പെട്ട ഒരാൾ വേറല്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല ആ കുടുംബത്തിൽപ്പെട്ട ഒരാളെ ഈ രൂപത്തിൽ ആക്ഷേപിച്ചുകൊണ്ടൊരു സൂറത്തിറക്കാൻ കാരണം. കുടുംബത്തിൽ വേറെ ആൾക്കാരില്ലേ, പക്ഷെ അവരിൽ നിന്നൊന്നും ഈ രൂപത്തിൽ അക്രമം ഉണ്ടായിട്ടില്ല. അബ്ദുമനാഫിന്റെ മക്കളിൽ തന്നെ 4 മക്കൾ, 4 കുടുംബം മൊത്തമുണ്ട്. അബ്ദുമനാഫിന് 4 മക്കളുണ്ട്. 4 മക്കൾ 2 കുടുംബമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിട്ടുള്ളൂ. ഒന്ന് ഹാഷിമിന്റെ കുടുംബവും ഒന്ന് മുത്തലിബിന്റെ കുടുംബവും. ബാക്കി 2 കുടുംബം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിട്ടില്ല. അവരുടെ പേരിലൊന്നും ആയത്തും സൂറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. പക്ഷെ അബൂലഹബിന്റെ കുടുംബത്തെ മൊത്തം പരാമർശിച്ചുകൊണ്ട് ഇറങ്ങാൻ കാരണം അബൂലഹബും ഭാര്യയും മകനായ ഉത്ബത്തും നിരന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ആക്രമിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലൊരു സൂറത്ത് ഇറക്കിയത്. ആ അബൂലഹബിനെ മക്കയുടെ പുറത്തേക്ക് പോകാൻ പേടിയാണ്. കാരണം ആരെങ്കിലുമൊക്കെ കണ്ടാൽ ആ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും. പിന്നെ അബൂലഹബിനെ തടവിലാക്കപ്പെടും. അബൂലഹബ് പോയില്ല. ഒരു നിലക്കും വരൂല എന്ന് കണ്ടപ്പോൾ അബൂജഹൽ പറഞ്ഞു, എന്നാ വരുന്നില്ലെങ്കിൽ ഒരു 10 ആൾക്ക് നേരിടാൻ പറ്റുന്ന രൂപത്തിൽ അതിന്റെ സമ്പത്തും വേണം, ഒട്ടകങ്ങൾ വേണം, കുതിര വേണം, ഒക്കെ പിരിവ് വാങ്ങണം എല്ലാവരോടും. ഇഷ്ടം പോലെയല്ലേ ഒട്ടകങ്ങൾ കൊണ്ടുപോകുന്നത്. 1-2 ഒട്ടകങ്ങളല്ല, അവർക്ക് വാഹനത്തിന് കുതിരകളും മറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഭക്ഷിക്കാനുള്ള ഒട്ടകങ്ങൾ, ഇനിയൊരു മാസം അവിടെ കഴിയേണ്ടി വന്നാൽ അതിനുള്ള സമ്പത്ത് ഒക്കെ അവരെ കയ്യിലുണ്ട്. എന്തിന്? ഒരു പ്രതിരോധത്തിനാണ് അവർ പോകുന്നത്. അബൂ സുഫിയാനും കൂട്ടരും മദീനയുടെ മാർഗം മാറ്റിയിട്ട് മറ്റൊരു പ്രദേശത്തുകൂടെ മക്കയിലെത്തി. 2 ആടുകളെ വിട്ടു. മക്കയിലെത്തിയപ്പോ മനസ്സിലായി അബൂജഹലും കൂട്ടരും പോയിട്ടുണ്ട്. അപ്പൊ അബൂജഹലിന്റെ അടുത്തേക്ക് 2 ആളെ വിട്ടു. ഞങ്ങൾ സുരക്ഷിതരായി, 1 ദിർഹമിന്റെ സമ്പത്ത് പോലും പോകാതെ ഞങ്ങൾ മക്കയിലെത്തിയിട്ടുണ്ട്, നിങ്ങൾ തിരിച്ചു വരണം. അബൂജഹൽ പുറപ്പെട്ട് ഏകദേശം ഒരു പകുതിയിലെത്തിയിട്ടുണ്ട്, മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ട്. അപ്പോൾ തിരിച്ചു പോകല്ലേ എന്ന് പറഞ്ഞു പല നേതാക്കളും. പോകല്ലേ എന്ന് പറഞ്ഞപ്പോൾ അബൂജഹൽ ആദ്യം പറഞ്ഞു, തിരിച്ചു പോകാൻ പറ്റൂല. പിന്നെന്താ? മദീനക്കാർ കാണുന്നൊരു സ്ഥലത്ത്, ആ സ്ഥലത്തിനാണ് അവരന്ന് ബദർ എന്നല്ല, ഉദ്വത്തുൽ ദുന്യ, ഉദ്വത്തുൽ ഖുസ്വ, ബദറിൽ തന്നെ താഴെ ഭാഗവും മേലെ ഭാഗവും 2 ഭാഗമുണ്ട്. അതിൽ അവർ കാണുന്ന ഒരു പ്രതലത്തിൽ പോയി തമ്പടിച്ച് മദ്യപിച്ച് നമ്മുടെ അഭ്യാസങ്ങളൊക്കെ കാണിച്ച് മക്കക്കാരായ ഖുറൈശികളായ നമ്മളെ നേരിടാൻ പറ്റുന്ന ഒരു കുട്ടിയും ലോകത്തില്ലെന്ന് വരുത്തി തീർത്ത് നമുക്ക് തിരിച്ചു വരണം. കുറെ ആൾക്കാർ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ വന്നത് കച്ചവട സംഘത്തെ രക്ഷിക്കാനല്ല, അവരെത്തിയില്ലേ. അങ്ങനെ പറഞ്ഞ് തിരിച്ചു പോകും എന്ന് കണ്ടപ്പോഴേക്ക് ശൈത്താൻ അവിടെ ഇറങ്ങി. ശൈത്താൻ ഇറങ്ങിയിട്ട് അവരോട് പറഞ്ഞു, ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസ്, ഇന്ന് മനുഷ്യർ ലോകത്ത് നിങ്ങളെ മറികടക്കാൻ പറ്റുന്ന ഒരൊറ്റ കുട്ടിയില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് പോയിക്കോളി, നിങ്ങൾക്ക് എല്ലാ പിന്തുണയും ഞാൻ തരുന്നുണ്ട്. ഈ അബൂജഹൽ പറഞ്ഞതാണ് കാര്യം. നിങ്ങളെ ധീരത ലോകത്തെ ഒന്ന് അറിയിക്കണം. ധീരതല്ല അത് ഹുങ്കാണ്, കിബ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് അള്ളാഹുവിനോട് നടത്തിയൊരു പ്രാർത്ഥനയുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ പ്രാർത്ഥനയും അള്ളാഹു ഖായിബാക്കിയിട്ടില്ല. എല്ലാ പ്രാർത്ഥനകളും അള്ളാഹു കബൂലാക്കിയിട്ടുണ്ട്. തങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്, അള്ളാഹുവേ ഇന്നഹും ഹുഫാ, ഈ പോകുന്ന ചെറു സംഘം ചെരുപ്പ് ധരിക്കാത്തവരാണ്. വൈന്നഹും ഉറാ, അവരിൽ പലരും ഉടുത്ത തുണിയല്ലാതെ മറ്റൊരു തുണി ധരിക്കാൻ വകുപ്പില്ലാത്തവരാണ്, വാഹനങ്ങളില്ലാത്തവരാണ്. എല്ലാവർക്കും സെപ്പറേറ്റ് വാഹനങ്ങളില്ല. 3-4 പേര് പങ്കിട്ടിട്ടാണ് ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെ തന്നെ. 1/2 കിലോമീറ്റർ ഒരാൾ സഞ്ചരിച്ചാൽ ഇറങ്ങിക്കൊടുക്കണം, അടുത്ത ആൾ കയറും, പിന്നെ 2 ആൾ നടക്കും, പിന്നെ അടുത്ത ആൾ കയറും. ഇങ്ങനെയാണ് നടക്കുന്നത്. അതുകൊണ്ട് വാഹനമില്ലാത്തവരാണ്, ചെരുപ്പില്ലാത്തവരാണ്, വസ്ത്രങ്ങളില്ലാത്തവരാണ്, ഒന്നുമില്ലാത്തവരാണ്. വെറും കൈയോടെ മടക്കരുത്. അല്ലാഹ്
ഈ വിഭാഗത്തെ നീ വെറും കൈയോടെ മടക്കരുതേ അല്ലാ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവട സംഘത്തെ നേരിടാൻ വേണ്ടി പോകുമ്പോൾ തങ്ങൾ ദ്വാരന്നിട്ടുണ്ട്. അവര് മറ്റൊരു വഴിക്ക് പോയി എന്നുള്ള വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല അറിയിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പോഴാണ് പറഞ്ഞ നബിയെ വിഷമിക്കൊന്നും വേണ്ട. വഇദ് യഅദുകുമുല്ലാഹു ഇഹ്ദത്വാഇഫതൈനി അന്നഹാ ലക്കും. നബിയെ 2 സംഘങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. രണ്ടാലൊരു സംഘത്തെ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഒന്ന് കച്ചവട സംഘം, അത് പോയെങ്കിൽ ആ കച്ചവട സംഘത്തെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന വേറൊരു സംഘമുണ്ട്. സായുധരാണ്, സമ്പൽ സമൃദ്ധരാണ്, എല്ലാവിധ വകുപ്പുമുള്ളവരാണ്. നിങ്ങൾ ചോദിച്ചതൊക്കെ അവരെ പക്കൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് തന്നേക്കും. വിഷമം കരുതണ്ട. പക്ഷേ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം, ബദരീങ്ങളുടെ ഈമാന് വേറിട്ടൊരു ഈമാനാണ്. ബദരീങ്ങളെ വിളിക്കുന്നവരുടെ ഈമാനും വേറിട്ടൊരു ഈമാനാണ്. കാരണം ബദരീങ്ങളെ പോലെ തുല്യതയുള്ള മഹാന്മാര് ലോകത്ത് വേറെയില്ല. ഒരുപാട് ഹദീസുകളിൽ ആ സംഭവം വന്നിട്ടുണ്ട്. ബദരീങ്ങളെ ഈമാന് വല്ലാത്തൊരു ഈമാനാണ്. എന്ത് കരുതിയിട്ടാണ് സഹോദരന്മാരെ നബി തങ്ങളെ വിഷയത്തിന് അവർ മുന്നോട്ട് നിൽക്കുന്നത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ മൊത്തം വിളിച്ചിട്ട് പറഞ്ഞു, അള്ളാഹു എന്നോട് അള്ളാഹു തആല വഹി അറിയിച്ച് എനിക്ക് വിവരം തന്നിട്ടുണ്ട്. രണ്ടാലൊരു സംഘത്തെ അള്ളാഹു നമുക്ക് നൽകുമെന്ന്. നമ്മൾ പ്രതീക്ഷിച്ചു പോകുന്നത് കച്ചവട സംഘത്തെയാണ്. അവര് നമ്മുടെ പിടുത്തം കിട്ടാതെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആ കച്ചവട സംഘത്തെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന വേറൊരു സായുധ സംഘമുണ്ട്. അവരെ അള്ളാഹു നമുക്ക് തരും. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അവിടെയും ചെറുത്തു തോൽപ്പിക്കൽ തന്നെയാണ് ലക്ഷ്യമുള്ളത്. പക്ഷേ തരേണ്ടത് മുഴുവനും അള്ളാഹു നമുക്ക് തരും. അള്ളാഹു നൽകുന്ന വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിനൊരിക്കലും ലംഘനം വരൂല. നിങ്ങളെ തീരുമാനം എന്താണ്? സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്. മുഹാജിറുകൾ പറഞ്ഞു, നബിയെ ഞങ്ങൾ ഒരുക്കമാണ്. പക്ഷേ മുഹാജിറുകൾ വളരെ കുറവാണ്. 232 ആളോളം. ആ കൂട്ടത്തിലുള്ളത് അൻസാറുകളാണ്. ബാക്കിയുള്ളവരെ മുഹാജിറുകളുള്ളൂ. മദീനക്കാരാണ് വളരെ കൂടുതലുള്ളത്. മുഹാജിറുകൾ പറഞ്ഞു, ഞങ്ങൾ റെഡിയാണ്. അവരെല്ലാത്തിനും റെഡിയാണ്. കാരണം സ്വന്തം നാടും വീടും കുടുംബവും ഒക്കെ ഒഴിവാക്കി പോന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് കാരണം സമ്പത്ത് മുഴുവനും വേണ്ടാന്ന് വെച്ച് പോന്നവരാണ് മുഹാജിറുകൾ. ആ സമ്പത്ത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കിട്ടുന്ന വഴിക്ക് എളുപ്പമായി ചെലവഴിക്കുന്ന സമയം കിട്ടിയാൽ ചെലവഴിക്കാം. പക്ഷേ ബഹുഭൂരിപക്ഷമുള്ളത് അൻസാറുകളാണ്. അവരെ ഈമാനും നമ്മൾ മനസ്സിലാക്കണം. അൻസാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരത്തെ ചെയ്ത ബൈഅത്ത്, മദീനയിൽ എന്ത് സഹായവും സംരക്ഷണവും നൽകാമെന്നാണ്. ഇങ്ങനെ ഒരു ചെറുത്തുനിൽപ്പിന്റെ അവസ്ഥയിൽ സഹായിക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവരെ വിശ്വാസം അല്ലാഹു രൂഢമൂലമാക്കിയപ്പോ അൻസാറുകളുടെ നേതാവ് സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളെ തീരുമാനം കിട്ടാനാണോ തങ്ങൾ കാത്തു കഴിയുന്നത്? അതെ, നിങ്ങളെ തീരുമാനം കിട്ടാനാണ്. എന്നാ ഞങ്ങളെ തീരുമാനം ഞങ്ങൾ അറിയിക്കുകയാണ്. ഒരിക്കലും മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ബനൂ ഇസ്രായീൽ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയൂല. ഇഷ്ടംപോലെ സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ അല്ലാഹു തആല നൽകിയ ഒരു ടീമാണ് ബനൂ ഇസ്രായീൽ. 1 2 ഒന്നല്ല, ഖുർആൻ എണ്ണി പറയുന്നുണ്ട്. വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവ. കട്ടിത്തേനും കാടപ്പക്ഷിയും നാം നിങ്ങൾക്ക് ഇറക്കി തന്നു. ഒരു ചെലവുമില്ല, ഇരുന്ന് കൊടുത്താൽ മതി ഭക്ഷിക്കാൻ. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നല്ല ഭക്ഷണം. കട്ടിത്തേനും കാടപ്പക്ഷിയും സ്വർഗീയ ഭക്ഷണം ഇഷ്ടം പോലെ കഴിക്കാം. വദല്ലൽനാ അലൈക്കുമുൽ ഗമാം. നിങ്ങൾ യാത്ര പോകുമ്പോൾ നിങ്ങൾക്ക് മേഘം തണലാക്കി തന്നു. ബനൂ ഇസ്രായേൽക്കാർ പോകുമ്പോൾ അള്ളാഹു മേഘം തണൽ വിരിച്ചു കൊടുക്കുകയാണ്. ചൂടേൽക്കാതിരിക്കാൻ കുട ചൂടേണ്ടതില്ല. ഇഷ്ടം പോലെ ജലാശയങ്ങൾ നൽകി. 12 ഗോത്രങ്ങൾക്ക് 12 അരുവികൾ നൽകി അല്ലാഹു തആല അവരെ നല്ല സഹായിച്ചു. നല്ല രൂപത്തിൽ സഹായങ്ങൾ, സഹകരണങ്ങൾ നൽകി. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നൽകിയ ടീമിനെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കുന്നു ധിക്കാരികളായ ഒരു വിഭാഗത്തോട് ഏറ്റുമുട്ടാൻ വേണ്ടി. ആ സമയത്ത് അവരെ മറുപടി എന്താണെന്നറിയോ? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. മൂസാ നബിയെ, നിങ്ങളും നിങ്ങളെ പടച്ചോനും പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ ഇവിടെ വിശ്രമിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പറയൂല നബിയെ.
അൻസാറുകളുടെ നേതാവായ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ ഞങ്ങൾ പറയൂല. ഞങ്ങളുടെ ഭാഷ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകും മുഖാതിലൂൻ. തങ്ങളും റബ്ബും ഞങ്ങളെ ക്ഷണിക്കുന്നത് ഒരു പ്രതിരോധത്തിനാണെങ്കിൽ ഞങ്ങൾ ആ പ്രതിരോധത്തിന് സന്നദ്ധരാണ്, ഒരുക്കമാണ്. ആരാണ് ഈ പറയുന്നത്? രാവിലെയും വൈകുന്നേരവും ഒക്കെ ഭക്ഷണം കഴിച്ചവരാണോ? അല്ല. വിശുദ്ധ റമളാൻ 8-ന് പുറപ്പെട്ട നോമ്പ് നോറ്റ് നടന്ന് ക്ഷീണിച്ച വിഭാഗമാണ് സഹോദരങ്ങളെ ഈ മുഹാജിറുകളും അൻസാറുകളും. ഭക്ഷണങ്ങളായി കൂടെ ഒരു കാര്യമായി കരുതിയതെന്താണ്? വെള്ളവും ചില്ലറ ഈത്തപ്പഴങ്ങളും മാത്രമാണ്. റൊട്ടിയോ മാംസമോ ഒന്നും അവരുടെ കയ്യിലില്ല. പക്ഷേ അവരുടെ കയ്യിൽ ഒന്നുണ്ടത് ഈമാനാണ്. അവരെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാൻ കബൂലാക്കട്ടെ. ആ ഈമാനിന്റെ ഊർജ്ജസ്വലത കൊണ്ടാണ് അവർ പറയുന്നത്, ഇന്നാ മഅകും മുഖാതിലൂൻ, പ്രതിരോധത്തിന് ഞങ്ങൾ സന്നദ്ധരാണ്. തങ്ങൾ ഞങ്ങളോട് പറയുന്നത് കര കാണാത്തൊരു കടൽ നീന്തി കടക്കാനാണെങ്കിൽ ഞങ്ങളതിന് ഒരുക്കമാണ്, ഞങ്ങൾ പതറിപ്പോകൂല. ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന പർവ്വതം, ഒരു അഗ്നിപർവ്വതം മുറിച്ചു കടക്കാനാണോ തങ്ങൾ പറയുന്നത്? ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ അതിനും ഒരുക്കമാണ്. എന്ത് കൽപ്പിച്ചാലും ഞങ്ങൾ അത് സ്വീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സമാധാനമായി. ഒരാളെയും നിർബന്ധിപ്പിച്ചൊരു വിഷയത്തിലേക്കും തങ്ങൾ കൊണ്ടുപോയിട്ടില്ല ഒരിക്കലും, ഒരു പ്രതിരോധത്തിന് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംഘം മക്കയിലേക്ക് പോയപ്പോൾ മറ്റൊരു സംഘത്തെ കൊടുക്കാനുള്ള കാരണം എന്താണ്? ആ സംഘം തന്നെ കാരണം. അബൂജഹലിന്റെ കിബർ, ആ കിബറിന് കുറെ നേതാക്കൾ അംഗീകരിച്ചു. കുറഞ്ഞ ആളുകൾ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയാണ് 900 ചില്ലറ ആളുകളായത്. 1000-ൽ പരം വരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. കുറഞ്ഞ ആളുകൾ അവിടുന്ന് തിരിഞ്ഞുപോയി. ഞങ്ങളില്ല കൂടെ, ഏതായാലും കച്ചവട സംഘം എത്തിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. കുറച്ച് ആളുകൾ മാത്രം. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന നേതാക്കളൊക്കെ കൂടെയുണ്ട്. അവരൊക്കെ ഈ തീരുമാനത്തിന്റെ പിന്നിലാണ്. അതിന് ഒന്നുകൂടി ശക്തി പകരാണ് ശൈത്താൻ വന്നിട്ട് പറഞ്ഞു, ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസ്, നിങ്ങളെ ജയിക്കാൻ പറ്റുന്ന ഒരാളും ലോകത്തിന്നില്ല, നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റുന്ന ആരുമില്ല. അവര് നേരെ ബദറിലേക്ക് നീങ്ങി. ബദറിന്റെ താഴ്വരയില് തമ്പ് കെട്ടി അവര് നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചു കൂടുന്നു. ഒരു ദിവസം ഖുറൈശി ടെന്റിൽ അറവ് നടത്തുന്നത് 10 ഒട്ടകങ്ങളെയാണ്. അവരുടെ എണ്ണം കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളോട് ചോദിച്ചു, അറവ് നടത്തുന്ന ഒരാളോട്, എത്ര എണ്ണം ഒട്ടകത്തെ അവിടെ അറുക്കാറുണ്ട്? 10 എണ്ണം എന്ന് പറഞ്ഞു. അപ്പൊ കണക്ക് കിട്ടി, ഏകദേശം ഒരൊട്ടകത്തെ 100 പേര് ഭാഗിച്ച് ഭക്ഷണം കഴിക്കും. നല്ല ഭക്ഷണമല്ലേ കഴിക്കുന്ന, ഒരൊട്ടകത്തെ 100 പേര് കഴിക്കാന്ന് പറഞ്ഞാൽ എത്രമാത്രം കഴിക്കും? നമ്മളെ പഴയ മലപ്പുറത്തേര്, ഇപ്പത്തോലല്ല, പഴയ മലപ്പുറത്തേര് ഇറച്ചി കഴിക്കും പോലെ എന്ന് പറയേണ്ടി വരും. അപ്പൊ ആൾക്കാർ ആ രൂപത്തിൽ ഇറച്ചി കഴിക്കൂല. ആ രൂപത്തിലാണ് ഒരു ഒട്ടകത്തെ 100 ആളുകൾ ഭക്ഷിക്കാൻ പറഞ്ഞ സഹോദരങ്ങളെ, ഒരു ഒട്ടകം തന്നെ എത്ര കിൻഡലുണ്ടാവും? അപ്പൊ ചെറിയ ഭക്ഷണം എന്നല്ല ഇവര് കഴിക്കുന്നത്. 10 ഒട്ടകങ്ങളെ അറുത്ത് ഭക്ഷണം കഴിക്കുന്ന ടീമുകളാന്ന് പറഞ്ഞപ്പോ മനസ്സിലായി 1000-ലധികം വരുന്ന ആൾക്കാരുണ്ട്. ഏതായാലും ഒരു ഒട്ടകത്തിന് 100 കൂട്ടുമ്പോ 10-ന് 100 വെച്ച് കൂട്ടുമ്പോ 1000 ആൾക്കാരുണ്ട്. പിന്നെ സഹായത്തിന് വേണ്ട വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, കൂടെ ഉണ്ടാകും. ഏതായാലും സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് അവരങ്ങനെ കഴിയുന്നു. കൊണ്ടുവന്ന വെള്ളങ്ങളൊക്കെ കുടിച്ച് ഇപ്പുറത്ത് സ്വഹാബത്തിന്റെ ഒരു രംഗം നോക്ക് നിങ്ങൾ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബദറിലെത്തിയ ഉടനെ തന്നെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട, അൻസാറുകളെ കൂട്ടത്തിൽപ്പെട്ട കുറെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങളൊരു അഭ്യർത്ഥനയുണ്ട്. അതെന്താ? ആദ്യം നടക്കുന്ന ചെറുത്തുനിൽപ്പല്ലേ, ഒരിക്കലും തങ്ങൾ മുൻപന്തിയിൽ ഇറങ്ങരുത്, തങ്ങൾ മുന്നിൽ ആദ്യം ഇറങ്ങരുത്. തങ്ങൾ നിയന്ത്രിച്ചാൽ മതി, നേതൃത്വം നൽകിയാൽ മതി. കാരണം ഞങ്ങളെല്ലാവരും ഷഹീദായാലും തങ്ങളെ കാത്ത് കഴിയുന്നൊരു വലിയ വിഭാഗം മദീനയിലുണ്ട്. മക്കയിൽ ചില്ലറ ആളുകളുണ്ട്, യമനിൽ കുറച്ചാളുകളുണ്ട്, ഇനിയും ആളുകൾ ധാരാളം വരാനുണ്ട്. അതുകൊണ്ട് മുന്നിൽ തങ്ങൾ ഇറങ്ങിക്കൂടാ. വിശ്രമിക്കാൻ വേണ്ടി തങ്ങൾക്കൊരു പന്തൽ നിർമ്മിച്ചു കൊടുക്കുകയാണ്. സ്വഹാബത്ത് ബദറിലെത്തിയിട്ട് ആദ്യം ചെയ്ത സേവനമാണ് ആ പന്തല്. ആ പന്തലിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരമായ ഇബാദത്തിലാണ്.
പന്തലിനാരാണ് കാവൽ നിൽക്കുക എന്ന് ചോദിച്ചപ്പോ വലിയ ധീരന്മാരൊക്കെ ആ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഏറ്റെടുത്ത് മുന്നോട്ട് വന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അതിന് ധൈര്യം കാണിച്ചത്. വല്ലാത്തൊരു ധീരതയാണ്. എന്താണ് കയ്യിലുള്ളത്? ഒന്നുമില്ല, ഈമാനാണ്. ഈമാനല്ലേ ഏറ്റവും വലിയ ധൈര്യം, ഈമാനല്ലേ ഏറ്റവും വലിയ മൂർച്ച, ഈമാനല്ലേ ഏറ്റവും വലിയ അഭിമാനം. ആ ഒരൊറ്റ ഒന്നുകൊണ്ട് കാവൽ നിൽക്കുകയാണത്. വെറും ഒരു കാവലിന്റെ വാക്കല്ല, സൗന്ദര്യത്തിന് വേണ്ടി ഏറ്റെടുത്ത സ്ഥാനവുമല്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി ആ പന്തലിന്റെ ഒരു ഭാഗത്ത് ഞാനെത്തി. എന്റെ ഒരു നിയൽ കണ്ടപാടെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ നിയലുള്ള ഭാഗത്തേക്ക് ഒരൊറ്റ ചാട്ടം. എന്നെ അടിക്കുമെന്ന് ഞാൻ കരുതിപ്പോയി. ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് മാറിയപ്പോ അങ്ങോട്ടും വന്നു, മൂന്നാമത്തെ ഭാഗത്തേക്ക് വന്നപ്പോ അങ്ങോട്ടും വന്നു, നാലാമത് എനിക്ക് അടി കിട്ടുമോ എന്ന് കരുതിയപ്പോ ഞാൻ പറഞ്ഞു ഞാൻ അലിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറകോട്ട് നിന്നു. നാല് ഭാഗത്തേക്കും ഒരേ നോട്ടം നോക്കി നിൽക്കുകയാണ്. വല്ലാത്തൊരു ധീരതയും വല്ലാത്തൊരു കാവലുമാണ്. ആ പന്തലിന് ഉള്ളിൽ ബദറിന്റെ രാവിലെ സഹോദരങ്ങളെ 17 നാളെ അതിന്റെ തൊട്ടു തലേന്ന് ഉറങ്ങാതെയുള്ള നേതാക്കൾ രണ്ടെണ്ണമാണ്. ഒന്ന് ആദരവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തങ്ങൾ നിരന്തര നിസ്കാരത്തിലും പ്രാർത്ഥനയിലുമാണ്. സുബ്ഹിയാകുന്ന സമയത്ത് സ്വഹാബത്തിനെ വിളിച്ചുണർത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് തങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തു. ക്ഷീണം കാരണം എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. സുബ്ഹിക്ക് എഴുന്നേറ്റ പലർക്കും കുളി നിർബന്ധമായ ഒരവസ്ഥയും രൂപവും വന്നു. ജനാപത്തുകാരായിട്ടുണ്ട് പലരും. വുളു എടുക്കാൻ തന്നെ കഷ്ടിച്ച് കുറഞ്ഞ വെള്ളമേ ഉള്ളൂ. കുളിക്കാനുള്ള വെള്ളവും സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പോഴാണ് പിശാച് വന്ന് ചെറിയൊരു ദുർബോധനം ഉണ്ടാക്കിയത്. നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിലാണെങ്കിൽ കുളിക്കാൻ നിങ്ങൾക്ക് അല്ലാഹു വെള്ളം തരണ്ടേ? ഇപ്പൊ നിങ്ങൾക്ക് കുളി നിർബന്ധമായില്ലേ? വെള്ളം ഒന്നും കാര്യമായിട്ട് നിങ്ങൾക്കില്ലല്ലോ. അങ്ങനെ ചെറിയൊരു ദുർബോധനം വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മഴ വർഷിപ്പിച്ചു കൊടുത്തു. ആ സ്വഹാബത്തിന്റെ മനസ്സിൽ ഞങ്ങൾ സത്യത്തിന്റെ മാർഗത്തിൽ തന്നെയാണ്, അല്ലാഹു ഞങ്ങളെ സഹായിക്കും എന്ന അർത്ഥത്തിൽ അവർ വിശ്വാസം ഒന്നുകൂടി കരുത്താർജിച്ചപ്പോ ഇത് മിൻഹു വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുത്ഹിറകും ബിഹി വയുദ്ഹിബ അൻകും റിജ്സ ശൈത്വാനി വലിയർബിത അലാ ഖുലൂബിക്കും വയുസബ്ബിത ബിഹിൽ അഖ്ദാം. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു മഴ വർഷിപ്പിച്ചു തന്നില്ലേ? എന്തിന്? നിങ്ങളെ മനസ്സിന് നല്ല സന്തോഷം കിട്ടാൻ വേണ്ടി. നമ്മൾ സത്യത്തിന്റെ പക്ഷത്ത് തന്നെയാണ്. ഇതാ കുളിക്കാനുള്ള വെള്ളം എത്തിപ്പോയി. മാത്രമല്ല, വെള്ളം കിട്ടിയാൽ വലിയ സന്തോഷമാണെന്നത് മാത്രമല്ല, വയുസബ്ബിത ബിഹിൽ അഖ്ദാം. ഒക്കെ മണൽ ഭൂമിയല്ലേ. മഴ പെയ്തിട്ട് ഒന്ന് അമർന്നു നിന്നാൽ പോരാട്ടത്തിന് നല്ല സ്ഥൈര്യം കിട്ടും, പാദങ്ങൾക്ക് നല്ല ഉറപ്പ് കിട്ടും, മനസ്സിന് നല്ല സന്തോഷവും നല്ല കുളിരും കിട്ടി. എല്ലാവരും ആ കിട്ടിയ വെള്ളം, ആ മഴവെള്ളം ഒന്ന് കെട്ടി നിർത്തിയിട്ട് കുളിക്കേണ്ടവർ കുളിച്ചു, കുടിക്കേണ്ടവർ കുടിച്ചു, വെള്ളം ശേഖരിക്കേണ്ടവർ ശേഖരിച്ചു. ചെറിയ ഒരു കുളമാക്കി ഇത് കെട്ടി നിർത്തി. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പന്തലിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഇട്ട ഒരാൾ വന്നു. മുശ്രിക്കുകളുടെ പക്ഷത്തു നിന്ന് ഒരാൾ. നമ്മൾ മനസ്സിലാക്കണം, ബദർ ചെറുത്തുനിൽപ്പിന് വേണ്ടിയാണ്. ഒരിക്കലും യുദ്ധം എന്നൊരു രൂപത്തിലോ ഒരു ഭാഷയിലോ വായിക്കാൻ ഞാൻ അതിന് ഒരുങ്ങുന്നില്ല. വെള്ളം എടുക്കാൻ വേണ്ടി വന്നപ്പോ, ഈ ഹൗദിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, വെള്ളത്തിന് വേണ്ടി വന്നതാണ്, എടുത്തു പോയിക്കോട്ടെ എന്നു. കാരണം വെള്ളം അത് മനുഷ്യന്റെ അവകാശമാണ്. അതെല്ലാവർക്കുമാണ്, ഞമ്മക്ക് മാത്രമുള്ള ഒന്നല്ല. എൻ്റെ തോട്ടത്തിൽ കിണർ ഞാൻ കുഴിച്ചിട്ട് അവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന മുസ്ലിമിന് വെള്ളം അല്ലെങ്കിൽ വെള്ളം ആരാ കൊടുക്കേണ്ടി? ഞാൻ കൊടുക്കണം വെള്ളം. അതിൽ വെള്ളം ഉണ്ടോ? ഒരു മോട്ടറിൽ വെക്കട്ടെ, വെച്ചോളി. വെക്കണ്ടെന്ന് പറയാൻ പറ്റൂല. വെള്ളം നമ്മളാരോ ഉണ്ടാക്കിയതാ, അള്ളാഹു തന്നതാണ്. അത് മനുഷ്യർക്ക് മൊത്തവകാശപ്പെട്ടത്, തടയാൻ പാടില്ലല്ലോ. വെള്ളം എടുക്കാനാ വന്നത്, ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. സ്വഹാബത്ത് മാറിയിരുന്നു. ഒരു പാത്രം നിറയെ വെള്ളവുമായിട്ട് പോയി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ
അസ്വദ് വന്നു. അസ്വദ് വരുമ്പോ തന്നെ ആള് പറഞ്ഞു, എന്താ നിങ്ങൾക്ക് മാത്രം ഒരു വെള്ളം? അത് വെള്ളം എടുക്കാനല്ല, പിന്നെ അത് പഴയ ആ കിബിറിന്റെ വേറൊരു പതിപ്പാണ്. അബൂജഹലല്ലേ ഈ കിബിറുമായിട്ട് അവർ എത്തിച്ചത്. ആ കിബിറിന്റെ വേറൊരു കിബിർ, എന്താ നിങ്ങൾക്ക് മാത്രം വെള്ളം? അങ്ങനെ ആവശ്യമില്ലല്ലോ, വെള്ളം എടുക്കണമെങ്കിൽ വെള്ളം എടുത്തു പോയാൽ പോരെ. വെള്ളം വേണം, വെള്ളം വേണ്ട, നിങ്ങൾക്ക് മാത്രം വെള്ളം ഉണ്ടാകാൻ പറ്റില്ല. അപ്പൊ എന്തിനാ പൊളിക്കാനാ വരുന്നത്? നിങ്ങൾക്ക് മാത്രം ഒരു വെള്ളം ശരിയാകൂല. അള്ളാഹു നൽകിയ വെള്ളം കെട്ടി നിർത്തിയതാണ്. അത് എടുക്കാൻ വേണ്ടി വന്നപ്പോ എടുത്തു പോയിക്കോട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യഘട്ടത്തിൽ സമ്മതിച്ചു. ഇവിടെ അസ്വദ് വന്നിരിക്കുന്നത് വെള്ളത്തിന്റെ ടാങ്ക് പൊടിക്കാനാണ്. അവിടെയാണ് ഹംസ റളിയല്ലാഹു അൻഹു നേരെ ഇങ്ങോട്ട് ഒറ്റ ചാട്ടമിറങ്ങി. ഹംസ റളിയല്ലാഹു അൻഹു അസ്വദിനൊരു വെട്ടി. ആ ടാങ്കിന്റെ കുളത്തിന്റെ ഭാഗത്ത് തന്നെ അവനങ്ങ് വീണു. പക്ഷെ ആ വീണ വീഴ്ചയില് ഒരു കല്ലിനോട് അടുത്തിട്ടുണ്ടായിരുന്നു അവരെ കാലിന്റെ ഭാഗം. അസ്വദ് ആ കാല് പതുക്കെ പതുക്കെ ഉന്തി നീക്കിയിട്ട് ഒരു കല്ല് അതിൽ നിന്ന് അടർത്തു മാറ്റി. ലാസ്റ്റ് ഘട്ടത്തില് സക്കറാത്തിന്റെ ഹാലില് ലക്ഷ്യം സാധിക്കാൻ വേണ്ടി ഒരു കാലൊന്ന് അങ്ങോട്ട് ഉന്തി തള്ളി നീക്കി. അപ്പൊ ഇങ്ങനെ വെച്ച ആ കല്ല് ഒന്നിങ്ങനെ മാറിയിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഇങ്ങനെ പോയി. പൊളിഞ്ഞ ചെറിയൊരു ഭാഗം. വെള്ളം എടുക്കാൻ വേണ്ടി വന്നതല്ല, വെള്ളം നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അത് അക്രമമാണ്. ആ അക്രമത്തിനാണ് ഈ പ്രതിരോധം. അത് തൊട്ടു മുമ്പ് വെള്ളം എടുക്കാൻ വേണ്ടി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം എടുക്കാനാ വന്നത്, തടയാൻ പാടില്ല. ഇസ്ലാമിന്റെ സന്ദേശം അങ്ങനെയാണ്. അസ്വദ് അവിടെ അങ്ങോട്ട് വീണ് പടഞ്ഞ് പണിയായപ്പോഴേക്ക് ക്യാപ്റ്റനായ ശൈത്താനെ വിളിച്ചു പറഞ്ഞു, എന്ത് നോക്കി നിൽക്കുക? നിങ്ങളെ കൂട്ടത്തിൽ നല്ല ധീരനായ ഒരു പുരുഷനതാ അവിടെ കിടന്ന് പടഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്തു നോക്കി നിൽക്കുകയാണ്? അപ്പോഴാണ് അവരെ ടെന്റിൽ നിന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് വരുന്നു മൂന്നാളുകൾ, സഹോദരങ്ങളെ, ഉത്ബയും ഷൈബയും വലീദും. അവരും നല്ലോണം പരിചയമുള്ള പടനായകന്മാര് തന്നെയാണ്. മൂന്ന് പേരും മുന്നോട്ടങ്ങ് വന്നു നിന്നപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം പക്ഷത്തിൽ നിന്ന്, സ്വഹാബിമാരുടെ പക്ഷത്തിൽ നിന്ന് ആരെയും തങ്ങൾ മുന്നോട്ട് നയിച്ചിട്ടില്ല. പക്ഷേ നേരെ മുന്നോട്ടിറങ്ങിയത് അൻസാറുകളാണ്. അവരുടെ ഈമാൻ നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങളല്ല, തങ്ങൾ വിളിക്കുന്ന ആരെങ്കിലും പൊയ്ക്കോട്ടെ എന്ന് എഴുതി മാറി നിന്നില്ല. ഞങ്ങൾ തങ്ങളോടൊപ്പം ചെറുത്തു നിൽപ്പിന് റെഡിയാണെന്ന് പറഞ്ഞല്ലോ, അത് വെറും വാക്കല്ല. മൂന്ന് അൻസാറുകളായ സഹാബിമാര് മുന്നോട്ട് നിന്നു. ഉത്ബയും ഷൈബയും വലീദും ചോദിച്ചു, നിങ്ങളാരാണ്? ഞങ്ങൾ മദീനക്കാരാണ്. നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ നാട്ടുകാര് വരട്ടെ. മുഹാജിറന്റെ വാക്ക് കേട്ട് മുന്തി മൂണ്ട് സിംഹരാം, മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വഹൈദറാ. മുഹാജിറുകൾ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖും യാ ഉബൈദ, ഉബൈദത്ത് ബിനുൽ ഹാരിസ് തങ്ങളെ എഴുന്നേൽക്കൂ. ഖും യാ ഹംസ, ഹംസ തങ്ങളെ എഴുന്നേൽക്കൂ. ഖും യാ അലി, അലിയാർ തങ്ങളെ എഴുന്നേൽക്കൂ. മൂന്ന് പേരും അതാ എഴുന്നേറ്റ് മുന്നോട്ട് പോകുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഭക്ഷണം കഴിച്ച് നല്ല ഒട്ടകത്തിന്റെ ഇറച്ചിയും തിന്ന് സായുധരായ മൂന്നാളുകളാണ് അപ്പുറത്തുള്ളത്. ഒരായുധവും കയ്യിലേന്താത്ത മൂന്ന് സ്വഹാബിമാരാണ് ഇപ്പുറത്തുള്ളത്. അള്ളാഹുവിന്റെ സഹായമുണ്ടായാൽ അവിടെ ആയുധങ്ങൾ വേണ്ട, പീരങ്കികൾ വേണ്ട, ബോംബുകൾ വേണ്ട, തോക്കുകൾ വേണ്ട. റബ്ബ് തആല അവരോട് പറഞ്ഞത് എന്താണെന്നറിയോ? അന്നീ മഅകും, അന്നീ മഅകും, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, എന്റെ സഹായം സദാ നിങ്ങൾക്കുണ്ട്, അതുകൊണ്ട് പേടി വേണ്ട. സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ, സത്യനിഷേധികളുടെ മനസ്സുകളിൽ ഞാൻ പേടിയിട്ട് കൊടുക്കും. നിങ്ങൾ ഒരു നിലക്കും പേടിക്കേണ്ടതില്ല. അന്നീ മഅകും, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, അതുകൊണ്ട് ഫസബ്ബിതുൽ അഖ്ദാം, പതറാത്ത പാദത്തോടെ, ചിതറാത്ത ചിത്തത്തോടെ നല്ല സധൈര്യം മുന്നോട്ട് നീങ്ങിക്കൊള്ളൂ. ഒരു ഭാഗത്ത് സായുധർ, മറ്റൊരു ഭാഗത്ത് നിരായുധർ. പക്ഷെ ഈമാൻ ഉണ്ടെങ്കിൽ അതൊക്കെ മതി സഹോദരങ്ങളെ. അത് മാത്രല്ല, ചരിത്രത്തിൽ ധാരാളമുണ്ട്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ
ഖാദിസിയയിൽ ശത്രുക്കൾക്കെതിരെ പോരാടാൻ വേണ്ടി പോയപ്പോ അപ്പുറത്ത് ശത്രുക്കളുണ്ട്, ഇപ്പുറത്ത് മുസ്ലിങ്ങള്, നടുവിലൊരു മഹാസമുദ്രമുണ്ട്. ഈ മഹാസമുദ്രം നീന്തി കടന്നു വേണം അപ്പുറത്തേക്ക് പോകാൻ. ഖാദിസിയയിലേക്ക് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ പോകുന്ന സ്വഹാബിമാരോട് സഅദ് റളിയല്ലാഹു അൻഹു നേരെ കടൽ തീരത്തെത്തിയപ്പോ ചോദിച്ചു, പേടിണ്ടോന്ന് വെച്ചു. എന്ത് പേടി? അവർക്ക് പേടിയൊന്നുമില്ല എന്നാണ്. പേടില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ഞാനൊരു ദിക്റങ്ങ് ചൊല്ലിത്തരാം, അത് ചൊല്ലിയിട്ട് നിങ്ങളോട് വന്നാൽ തിരിഞ്ഞു നോക്കാൻ പാടില്ല. നമ്മൾ തിരിഞ്ഞു നോക്കാന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്വഭാവമായി മാറിയിട്ടുണ്ട് അല്ലേ? അതൊരു വലിയൊരു കേടാ. ഏത് നിസ്കാരം കഴിഞ്ഞാലും നമ്മളൊക്കെ തിരിഞ്ഞു നോക്കും. അത് വലിയൊരു മോശമാണ്. നമ്മളത് ശീലം മാറ്റാം. ഏതെങ്കിലും ഒരാളുള്ള ഹിലാസൊക്കെ കെട്ടിക്കൂട്ടി നിസ്കരിക്കുന്ന നിസ്കാരം കൂടി സ്വീപ്പായി പോകും. 250-300 ആൾക്കാർ ഒന്നായിട്ട് ഒരാളെ നോക്കി ആൾ പേടിച്ചോല. ആകെ പഠിച്ചോൻ പള്ളിയിൽ എന്തെങ്ങനെ എല്ലാവരും എന്നെ നോക്കുന്നു, ഇനി മേലാൽ പള്ളിയിൽ നിസ്കരിക്കാൻ കയറില്ല എന്ന് തീരുമാനിക്കും. എല്ലാവരും തിരിഞ്ഞു നോക്കിയാല് നിസ്കാരം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ആരെങ്കിലും ഒക്കെ നോക്കാനുണ്ടെങ്കിൽ നിൽക്കുന്ന ഒരാളെ പേടിപ്പിക്കണ്ട. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് ദിക്ർ ചൊല്ലിയാൽ മതി. സലാം വീട്ടിൽ പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ നോക്കണമെങ്കിൽ അങ്ങോട്ട് കൂടെ നോക്കിയാൽ മതി. ഇത് സലാം 2 ഭാഗത്തേക്കും വീട്ടിയിട്ട് 5 സൊഫിലുള്ള ഒരാളും ബാക്കിൽ മസ്ബൂക്കായി നിൽക്കുന്ന ഒരാളങ്ങോട്ട് നോക്കിയാൽ പേടിച്ചൂലേ? ഞാൻ എന്തേ തെറ്റ് ചെയ്ത്? എല്ലാവരും എന്താ എന്നെ തിരിഞ്ഞു നോക്കുന്നത്? അതേപോലൊരു സ്വഭാവമായി മാറിയതാണ്. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരാൾ ഒരു ലിസ്റ്റ് തന്നു എന്നോട്, ഉസ്താദ് ഇത് വാതിലൊന്ന് പറയണം, എന്ത് നിസ്കാരം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കരുത്. നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരോടും തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നിന്നിട്ട് ദിക്ർ എല്ലാം വേണ്ടി പറയണമെന്ന്. അപ്പൊ എന്താ സംഗതി എന്ന് അറിയോ നിങ്ങള്? അയാൾ നിസ്കരിക്കാൻ വേണ്ടി അയാൾ വന്ന് 2-3 സമയത്ത് അയാൾ വന്നപ്പോ ഒരു റക്കാത്ത് അയാൾ മസ്ബൂക്കായി. എല്ലാ ആളുകളും കൂടി അയാൾ തിരിഞ്ഞു നോക്കി അയാൾ പേടിച്ചു പോയി. ആകെ ആ പള്ളിയിലുള്ള മുഴുവൻ ആൾക്കാരും ഒരാളെ ശരീരത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ അയാൾ ചിന്തിക്കൂല, എല്ലാരും എന്നെ നോക്കുന്നത്. സാധാരണ അർത്ഥത്തിൽ നമുക്കെന്നെ പേടിയല്ലേ? സഅദ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കരുത്, ഒരു ദിക്ർ ചൊല്ലിത്തരാ, ആ ദിക്ർ ചൊല്ലിയിട്ട് കുതിരകൾ അങ്ങോട്ട് പറത്തിച്ചോളൂ. എങ്ങനെ? കടലിന്റെ മുകളിലൂടെ അപ്പുറത്ത് നിൽക്കുന്ന സായുധരായ സൈന്യം, ഇവർ കുറഞ്ഞ ആൾക്കാരല്ലേ ഉള്ളൂ, അവരെ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ശരിയാക്കിയിട്ട് ഈ കടലിലോ മറ്റൊക്കെ കുഴിച്ചുമൂടി പോകാന്ന് കരുതി. കടലിന്റെ മുകളിലൂടെ പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുമ്പോ ക്യാപ്റ്റൻ മുന്നോട്ട് നിന്നു. ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എല്ലാരും കൂടി ചൊല്ലി കടലിന്റെ മുകളിലൂടെ ഇങ്ങനെ വന്നപ്പോ മറ്റൊരു പറഞ്ഞു, മക്കളെ അത് മനുഷ്യരല്ല, അത് വേറെന്തോ ആൾക്കാരാണ്, ഓടിക്കോളി എന്ന് പറഞ്ഞു. സഅദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം അപ്പുറത്തെത്തുമ്പോ ഒരു കുട്ടി അവിടെ ഇല്ല. ചെറുക്കാൻ വേണ്ടി വന്ന ശത്രുക്കളിൽ ഒരൊറ്റ ഒന്നുമില്ല, ഒക്കെ ഓടിയിട്ടുണ്ട്. ഈമാൻ നല്ല കരുത്തിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ സഹോദരങ്ങളെ ആയുധം? അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഷർത്ത് നമ്മളോട് പറഞ്ഞത്, അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങളാണ് ഏറ്റവും ഹൈ ലെവലിൽ, ഏറ്റവും ടോപ്പിൽ നിങ്ങളാ. പക്ഷെ ഒരൊറ്റ ഷർത്ത്, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ തികഞ്ഞ ഈമാനുള്ളവരാണെങ്കിൽ. ഒരു പേടി പേടിക്കേണ്ടതില്ല. കുറഞ്ഞ ആൾക്കാർ മതി, 2 ആളൊന്നും വേണ്ട, ഒറ്റ ആൾ തന്നെ മതി. ഈമാനുണ്ടോ, നല്ല ധൈര്യത്തിൽ ഈമാനോടെ നിൽക്കുന്നത്, ഒന്നും സംഭവിക്കൂല. ഉറച്ച പോരാട്ടത്തിൽ നിൽക്കൂലേ? അതുകൊണ്ടല്ലേ സായുധരും നിരായുധരും തമ്മിലുള്ള ഈ ഒരു വിഭാഗത്തിൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു, ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, 3 പേരും ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഉബൈദ റളിയല്ലാഹു അൻഹു പ്രായമുള്ള ആളാണ്. അപ്പുറത്ത് നേരിടാൻ വന്നിരിക്കുന്നത് വലീദാണ്, കുറച്ച് പ്രായമുള്ള ആളാണ്, മുശ്രിക്കുകളിൽപ്പെട്ട. ഇപ്പുറത്ത് ഉത്ബയും ഷൈബയും. അവരെ മുന്നിൽ നിൽക്കുന്ന അലി റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു ഉത്ബയെയും ഷൈബയെയും പെട്ടെന്നങ്ങ് നിലംപരിശാക്കി. അപ്പോഴേക്ക് ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് വെട്ടുകൊണ്ടു. ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് നിന്ന് ഉബൈദ റളിയല്ലാഹു അൻഹു സഹായിച്ചു. വലീദിന്റെ പണിയും തീർത്തു. അതാ ശൈത്താൻ ഒന്നുകൂടി അലറി വിളിക്കുന്നു, നിങ്ങൾ എന്തു നോക്കി നിൽക്കുകയാണ്? ഇപ്പൊ 3ഉം 1ഉം 4ആയി. അപ്പുറത്ത് ആരും ഷഹീദായിട്ടില്ല. ഉബൈദ റളിയല്ലാഹു അൻഹു താങ്ങി പിടിച്ച് ആ ടെന്റിലേക്ക്, പന്തലിലേക്ക് കൊണ്ടുപോയി വെച്ചു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിലേക്ക് ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ തല വെച്ചപ്പോ ഉബൈദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ശുഹദാക്കളിൽ എണ്ണപ്പെടൂലേ? വഞ്ചിക്കളം വിട്ട്
പിരിന്തോരല്ലേ പൊലിവർ ഷഹീദാമാം അനാഫന്മാനേ ഞാൻ ശുഹദാക്കളിൽ പെടൂല നബിയെ, അന്ത മിൻഹും നിങ്ങൾ ശുഹദാക്കളിൽ പെട്ട ആളാണ്, വിഷമിക്കേണ്ടതില്ല. ഷഹാദത്തിന്റെ മധുരം അറിയുന്ന, അതിന്റെ മഹത്വം അറിയുന്ന ശുഹദാക്കൾ അവരേറ്റവും ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് അലി റളിയല്ലാഹു അൻഹു ഈ ദ്വന്ദ്വയുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ സഹോദരങ്ങളെ പന്തലിന്റെ ഉള്ളിൽ വന്നു നോക്കുന്നു തങ്ങളോട് വിഷയങ്ങളൊക്കെ പറയാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിലാണ്, സുജൂദിലാണ്. ആ സുജൂദിൽ കുറെ നേരം തല വെച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു ഒന്ന് കാതടുപ്പിച്ചു വെച്ച് നോക്കി. ആ സുജൂദിൽ വെച്ച് തങ്ങൾ അധികം ചൊല്ലുന്നത് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. അധികം അധികം ആ ദിക്ർ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് ശൈത്താൻ അതാ ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ ഇനി തോൽപ്പിക്കാൻ അവർ തയ്യാറായാൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കരുത്. കൂട്ടമായിട്ട് മുശ്രിക്കുകൾ ഇങ്ങോട്ട് വരികയാണ്. ഫലമ്മാ തറാഅത്തിൽ ഫിഅതാനി നകസ അലാ അഖിബൈഹി വഖാല ഇന്നി ബരീഉം മിൻകും ഇന്നി അറാ മാ ലാ തറൗന ഇന്നി അഖാഫുല്ലാഹ്. നിസ്കാരത്തിൽ നിന്ന് അത്തഹിയാത്തിൽ ഇരുന്ന് സലാം വീട്ടിയിട്ട് തങ്ങൾ മേലോട്ട് നോക്കിയിട്ട് പറഞ്ഞു ഖദ് ജാഅത്തിൽ ബുശ്റാ, ഖദ് ജാഅത്തിൽ ബുശ്റാ. സന്തോഷം വന്നെത്തിക്കഴിഞ്ഞു, സന്തോഷം വന്നെത്തിക്കഴിഞ്ഞു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അതാ വരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം പതാകയും പിടിച്ച്, മീകായിൽ അലൈഹിസ്സലാം പതാകയും പിടിച്ചു വരുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ആർക്കും നൽകാത്തൊരു സഹായം, അതാ ഞാൻ പറഞ്ഞത് ബദരീങ്ങൾക്ക് നൽകിയ സഹായം മലക്കുകളെ കൊണ്ടുള്ള സഹായം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, മുൻഗാമികളായ നബിമാർക്കൊക്കെ അവരുടെ ജനത എതിരായി പ്രവർത്തിച്ചപ്പോ ആ നബിമാരെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു തആല മലക്കുകൾ ഇറക്കി കൊടുത്തു. ഇല്ലാ വമാ അൻസൽനാ ഉദു യാസീൻ വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുന്ദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ ഫഇദാ ഹും ഖാമിദൂൻ. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു കൊന്ന സമൂഹം, ആ സമൂഹത്തിനെ ശിക്ഷിക്കാൻ വേണ്ടി അല്ലാഹു മലക്കുകളെ ഇറക്കിയിട്ടില്ല. വമാ കുന്നാ മുൻസിലീൻ, അങ്ങനെ ശിക്ഷിക്കാൻ മലക്കുകൾ ഇറക്കുന്ന പതിവും ഇല്ല. പക്ഷേ ആ പതിവ് അല്ലാഹു തആല തെറ്റിച്ച് വലിയ ആദരവ് നൽകിയത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതൃത്വം നൽകുന്ന അടങ്ങുന്ന ബദരീങ്ങൾക്കാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു തആല പറഞ്ഞത് അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ എന്നോട് സഹായം ചോദിച്ച് എന്റെ വിഷയങ്ങൾ നിങ്ങൾ എന്നോട് എന്റെ ദീനിന് വേണ്ടി സഹായം ചോദിച്ചപ്പോ ഞാൻ നിങ്ങളോട് ചെയ്ത വാഗ്ദാനം എന്താണ്? അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായിക, 1000 മലക്കുകളെ തുടരെ തുടരെ തന്ന് ഞാൻ നിങ്ങളെ സഹായിക്കുന്നു. മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. പതാക പിടിച്ചിട്ട് വരുന്ന മലക്കുകൾ കൂട്ടം കൂട്ടമായി വരുന്നു. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അല്ലാഹു നശിപ്പിച്ചു, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിച്ചു, അതുപോലെ തന്നെ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിച്ചു. എങ്ങനെയാ നശിപ്പിച്ചത്? ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ ഫഇദാ ഹും ഖാമിദൂൻ. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു കൊന്ന നാട്ടുകാരെയും ഒരൊറ്റ അട്ടഹാസം കൊണ്ടാണ് അല്ലാഹു നശിപ്പിച്ചത്. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ഭാഗത്ത് നിന്ന് ഒരൊറ്റ ഒച്ച വെക്കും, അതോടെ ഫഇദാ ഹും ഖാമിദൂൻ. ഒന്ന് ചലിക്കാൻ പോലും അല്ലാഹു അവസരം കൊടുക്കാതെ അവര് നിശ്ചലരായി മാറി. ഖാമിദൂൻ, ഖമദ എന്നൊക്കെ പറഞ്ഞാൽ തീ കെട്ടുപോകുന്നതിനാണ് ശരിക്കും ഖമദ എന്ന് പറയാം. ഒന്ന് കാലൊന്ന് ചലിപ്പിക്കാൻ പോലും അവസരം കൊടുക്കാതെ ഒറ്റയടിക്ക് അല്ലാഹു തആല പണിയാക്കി കളഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു അട്ടഹാസം. അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ചിറകുകൊണ്ട് ഒന്നിങ്ങനെ മറിച്ചിടുക. ആ മറിച്ചിടലാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിച്ചത്. മലക്കുകളെ മൊത്തം ഇറക്കിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിരക്കണക്കിന് മലക്കുകളെ ധാരാളം ഇറക്കി. ഒന്ന് മുന്നോട്ട് ഇരുന്ന് കൊടുത്താൽ മതി, ഇവിടൊക്കെ സൗകര്യം ഉണ്ടല്ലോ.
നല്ല മറ കിട്ടി. ഒന്നൊന്ന് മുന്നോട്ട് കയറി ഇരുന്ന് കൊടുത്താൽ മതി. ആ മുന്നിലെ കസേരയിലേക്ക് ഇരുന്ന് കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ളവർ മുന്നിലേക്ക് കയറി ഇരുന്നോളൂ. സൗകര്യം. നല്ല സഹായം അല്ലാഹു തആല നൽകിയിട്ട്, മലക്കുകളെ കൊണ്ട് സഹായം നൽകിയിട്ട്, സഹായിക്കുന്ന ഘട്ടത്തിൽ മലക്കുകൾ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഘട്ടത്തിൽ അപ്പുറത്ത് നിന്ന് മുശ്രിക്കുകളുടെ പടയെ നയിക്കുന്ന ക്യാപ്റ്റനായ ശൈത്താൻ, സുറാഖത്ത് ബിൻ മാലിക്കിന്റെ വേഷത്തിലാണ് ശൈത്താൻ വന്നിരിക്കുന്നത്. സുറാഖത്ത് ബിൻ മാലിക് അന്ന് മുശ്രിക്കുകളൊപ്പമാണ്, പക്ഷെ അദ്ദേഹം യുദ്ധത്തിന് വന്നിട്ടില്ല. അദ്ദേഹം മക്കയിലാണുള്ളത്. സുറാഖത്ത് ബിൻ മാലിക്. ആ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ വേഷത്തിൽ വന്ന ഇബിലീസ് പറഞ്ഞു, നകസ അലാ അഖിബൈഹി, രണ്ട് സംഘങ്ങളും ഇങ്ങ് പോരാട്ടം തുടങ്ങാൻ നേരത്ത് അവൻ പിറകോട്ടടിച്ചു. നകസ അലാ അഖിബൈഹി, റിവേഴ്സ് അടിക്കുകയാണ്, പിറകോട്ട്. എന്നിട്ട് പറയുന്നു, ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്. ഇന്നി അറാ മാ ലാ തറൗന, നിങ്ങൾ കാണാത്തത് പലതും ഞാൻ കാണുന്നുണ്ട്. ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ പേടിക്കുന്നു. അവൻ പിറകോട്ട് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ മാറുമ്പോ അബൂജഹലൊന്നും ഇങ്ങനെ പിടിച്ചു. അബൂജഹൽ പിടിച്ചാൽ ശ്വാസം മുട്ടിപ്പോവും. കാരണം അത്രയും വലിയ ഹൈറ്റും വെയിറ്റും ഉണ്ട് അബൂജഹൽ എന്ന സാധനം. ഒന്നിങ്ങനെ പിടിച്ചപ്പോ അബൂജഹലിനെ മർമ്മം നോക്കി കൊടുത്തു. ഇബ്ലീസ് ഇടിച്ചു. മരണത്തെ പേടിച്ചുള്ള ഇടിയാണ്. ഇടിച്ചപ്പോ ഇടിന്റെ സ്ട്രോങ് കൊണ്ട് വിട്ടു. അടുത്ത ആളും പിടിച്ചു, അടുത്ത ആൾ ഇടിച്ചു. പിടിച്ചവരെ മുഴുവൻ ഇടിച്ചു. അങ്ങനെ ഒരു ഓട്ടം ഓടി. അതാണ് ബദറിൽ ഇബ്ലീസ് ഓടി അറിയെന്ന് പറഞ്ഞത്. അത് വല്ലാത്തൊരു ഓട്ടാണ്. മരണത്തെ പേടിച്ചുള്ള ഓട്ടല്ലേ, അത് ഏറ്റവും നല്ല ഉദാഹരണം പറയാൻ പറ്റിയ ഉദാഹരണമാണ്. അതാണ് പഴമക്കാരത് അങ്ങനെ പറഞ്ഞത്, ബദറിൽ ഇബ്ലീസ് ഓടി അറിയുന്നു. അത് അത്ര പേടിച്ചൊരു ഓടിയ ആള് ചരിത്രത്തിൽ വേറില്ല. ഇല്ല, അവിടെ ഒരു സെക്കൻഡ് കൂടി നിന്നിട്ടുണ്ടെങ്കിൽ പണി കഴിഞ്ഞില്ല. അലക്കളല്ലേ വരുന്നത്. ഈ വരവ് ഇങ്ങനെ കണ്ടിട്ടാണ് അവൻ പറഞ്ഞത്, ഇന്നി അറാ മാ ലാ തറൗന, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട്, ഞാൻ പോകാണ്. ലാസ്റ്റ് പിടുത്തം വിട്ടു പോകുമ്പോ അവനോട് ബാക്കിയുള്ള ബാക്കുന്ന ഒരു ടീം പറഞ്ഞു, സുറാഖ, ഞങ്ങളിതൊക്കെ കഴിഞ്ഞ് മക്കത്തെ കണ്ട് വരട്ടെ, നിന്നെ കാണിച്ചു തരാം. ഇവർ ഈ ഇവിടുത്തെ ബദർത്തെ സംഗതിയൊക്കെ കഴിഞ്ഞ് മക്കത്തെത്തി സുറാഖത്ത് ബിൻ മാലിക്കിനെ പെരടിയാണ് പിടിച്ചു. ഞങ്ങൾക്ക് നേതാവായി വന്ന് നേതൃത്വം നൽകിയിട്ട് ഞങ്ങളെ പറ്റിച്ചു പോകുന്ന ആളല്ലേ സുറാഖത്ത് ബിൻ മാലിക്. ഞാൻ ബദർ തന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല നീ തന്നെ? അപ്പൊ എല്ലാരും പറഞ്ഞു നീ തന്നെ. ഞാനോ? ഭാര്യയോട് ചോദിക്കുക. ഭാര്യ ആളിവിടെ ഉണ്ടായിരുന്നു, എടുക്കും പറ്റില്ലായിരുന്നു. മക്കള് പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ട ആള് മാറിപ്പോയി. കാണാരാ? ആള് ശൈത്താനാണ്. ശൈത്താൻ ആ വേഷത്തിലല്ലേ വന്ന്, അതല്ലേ പറ്റിച്ചത്. ആ ശൈത്താന്റെ നിർദ്ദേശത്തിനല്ലേ ആ അബൂജഹലും കൂട്ടരൊക്കെ പിന്താങ്ങിയത്. അബൂജഹലിന്റെ ആ ഹുങ്കിന് അല്ലാഹു തആല കൊടുത്തൊരു മറുപടിയാണ് സഹോദരങ്ങളെ. കുറഞ്ഞ നേരം കൊണ്ട്, മണിക്കൂർ കണക്കിനൊന്നുമില്ല, കുറഞ്ഞ നേരത്തെ പോരാട്ടമാണ് പിന്നെ നടന്നത്. ആ പോരാട്ടം ഒരു സംഭവ ബഹുലം തന്നെയാണ്, ചെറുതൊന്നല്ല. തടവിലാക്കുന്ന ഘട്ടം വരെ, ലാസ്റ്റ് ഘട്ടം വരെ പലരും ഉണ്ട്. അബ്ബാസ് റളിയല്ലാഹുവിനെ തടവിലാക്കിയത് ആരാന്നുള്ളതിൽ പിന്നീട് സംശയം വന്നപ്പോ അബ്ബാസ് റളിയല്ലാഹുവിന് പറഞ്ഞു, എന്നെ തടവിലാക്കിയാളെ ഞാനിവിടെ നോക്കിയിട്ട് കാണുന്നില്ല. ഒരു സഹാബി പറഞ്ഞു, നബിയെ ഞാനാ തടവിലാക്കിയത്. ഇദ്ദേഹം ഒന്നുമല്ല എന്നെ തടവിലാക്കിയത്, വേറെ കാണാൻ നല്ല ഒരു ഐശ്വര്യമുള്ള നല്ല സന്തോഷമുള്ള ഒരു മുഖാണ്. ഇവിടെ ആര്? മലക്കുകളാണ്. അപ്പൊ ഞാനാണ് എന്ന് വന്ന് പറഞ്ഞ സഹാബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തന്നെയാണ് അറസ്റ്റ് ചെയ്തത്, പക്ഷെ നിങ്ങൾ അല്ലാഹു മലക്കുകളെ വെച്ച് സഹായിച്ചു. പെട്ടെന്നുള്ള സഹായല്ലേ. അവർ കരുതി മുന്നോട്ട് പോകുമ്പോഴേക്ക് ശത്രുക്കളുടെ പാളയത്തിൽ പണിതീരുകയാണ്. ചെറിയ കുട്ടികൾക്കും അല്ലാഹു തആല വലിയവരുടെ കരുത്താ നൽകുന്നത്. ബദരീങ്ങളെ കൂട്ടത്തിലുള്ള ചെറിയ കുട്ടികൾക്ക് ഹൈ പവറാണ് സഹോദരങ്ങളെ അല്ലാഹു തആല നൽകുന്നത്, ചെറുതല്ല. അവരെ കൂട്ടത്തിൽ ചെറുപ്പക്കാരായ രണ്ട് കുട്ടികളാണ് മുഅവ്വിദ് മുആദ് റളിയല്ലാഹു അൻഹുമാ ഇബ്നു അഫ്ര എന്ന പെണ്ണിന്റെ രണ്ട് മക്കള്. ആ രണ്ട് മക്കളും നല്ല ആരോഗ്യവാന്മാരായി, നബിയെ ഞങ്ങളെ കൊണ്ടുപോകണം, ഞങ്ങൾ എന്തും നേരിടാൻ തയ്യാറുള്ളവരാന്ന് പറഞ്ഞ് മുന്നോട്ട് പോയവരാണ്. ആ രണ്ട് മക്കളെ പറ്റിയിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ രണ്ട് മക്കളും എന്റെ വലത്തും ഇടത്തുമുണ്ട്. മുഅവ്വിദ് മുആദ് റളിയല്ലാഹു അൻഹുമാ അവരെന്നെ ഇങ്ങനെ തോണ്ടി. ഈ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് പോരാട്ടം ഇങ്ങനെ രൂക്ഷമായ സമയത്ത് അവരെന്നെ തോണ്ടിയിട്ട് ചോദിച്ചു, ഏതാണ് അബൂജഹൽ? കാരണം അവർ മദീനക്കാർ, അവർക്കറിയില്ലല്ലോ അബൂജഹൽ എന്ന് വന്ന ആളാണ്. അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വിചാരിച്ചു, ഈ മക്കൾ അബൂജഹലിന് എന്ത് ചെയ്യാനാ? കാരണം അബൂജഹലിന് മുട്ടുംകാലിൽ അത്രയേ ഉള്ളൂ ഈ രണ്ടുകുട്ടികൾ, എന്ത് ചെയ്യാനാ? ഏതായാലും കാണിച്ചു കൊടുത്തത് ആ നിൽക്കുന്ന ആളെന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അങ്ങ് കാണിച്ചു കൊടുത്തതോടെ മക്കൾ ഒരു കുതിച്ചു.
ആ കുതിപ്പിൽ പിന്നെ ഒരു ശബ്ദ കേട്ടത്. എന്ത് ശബ്ദം? അയാൾ താഴെ വീണത്. അബൂജഹൽ പതോ എന്ന് പറഞ്ഞ് വീണ് കേട്ടത്. അത് ഭയങ്കര ഒച്ച. സുബ്ഹാനല്ലാഹ്, ഒരു തെങ്ങ് വീഴുന്ന ഒച്ചല്ല. എന്താ നിങ്ങൾ പറയുന്നത്? തെങ്ങ് വീഴുന്ന ഒച്ച എന്നല്ല. അബ്ദുല്ലാഹിൻ മസൂദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബൂജഹലിനെ ഈ പ്രതിരോധത്തിന് ശേഷം ഞാനിങ്ങനെ പോയി കാണുമ്പോൾ അബൂജഹലിന്റെ ശരീരത്തിലൊന്ന് പിടിച്ചു കയറാൻ വേണ്ടി നോക്കിയപ്പോൾ ആദ്യഘട്ടത്തിൽ വീണുപോയി. അപ്പൊ ഇത് എത്ര ഉണ്ടാകണം? ഒന്ന് പിടിച്ചു കയറാൻ വേണ്ടി നോക്കുമ്പോൾ ഒന്ന് വീണുപോയി എന്ന് പറഞ്ഞാൽ ചെറിയ തടിയൊന്നും പോരാ. ഉദാഹരണം പറയാൻ പറ്റിയ തടി സദസ്സില്ലാത്തോണ്ട്, അല്ലെങ്കിൽ പറയായിരുന്നു അത്രമാത്രം വലിയൊരു തടിയാണ്. അപ്പൊ ഒരു തെങ്ങ് വീഴുന്ന ശബ്ദമൊന്നുമല്ല, ഒരു കൊടപ്പന വീഴുന്ന ശബ്ദം ഉണ്ടാവും. വലിയൊരു ശബ്ദം കേട്ടു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നോക്കി. രണ്ട് കുട്ടികൾ എവിടെയാണ്? ആ രണ്ട് കുട്ടികളും അതിന്റെ അടുത്തുണ്ട്. രണ്ട് ഭാഗത്തേക്കും നല്ല പ്രതിരോധം കൊണ്ടുകൊടുത്തു, മൂർച്ചയുള്ള പ്രതിരോധം കൊടുത്ത് അബൂജഹൽ വീണു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയണം, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വഅന ബൈനൽ ജബലൈനിൽ അദീമൈൻ, ഞാൻ രണ്ട് മലകൾക്ക് നടുവിലാണ്. ഈ രണ്ട് കുട്ടികളും രണ്ട് മലകളാ, രണ്ട് പർവ്വതങ്ങളാണ്, ഞാൻ അതിന് നടുവിലുള്ള ഒരു ചെറിയ കുന്നാണ്. അപ്പോഴാണ് എനിക്ക് ആ മക്കളെ മനസ്സിലായത്. വല്ലാത്ത ധീരന്മാര് തന്നെയാണ് അവര്. മുന്നോട്ട് നീങ്ങി സഹോദരങ്ങളെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ പറഞ്ഞില്ലേ മകനോട്, അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിനോട്. അന്ന് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൻ മുശ്രിക്കുകളുടെ പക്ഷത്താ ബദറിൽ. പിന്നീട് പറഞ്ഞു ബാപ്പാനോട്, അബൂബക്കർ സിദ്ദീഖ് അള്ളാഹിനോട്, ബാപ്പാ നിങ്ങളെ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ കണ്ടിരുന്നു അപ്പുറത്ത്. നിങ്ങളെങ്ങനെ കണ്ടപ്പോ നിങ്ങൾ ബാപ്പല്ലേ എന്നിട്ട് ഞാൻ ഇങ്ങനെ മാറിയുന്നതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്നെ നോക്കിയിട്ട് എവിടെയും കണ്ടില്ല. നിരന്തരം ഞാൻ നോക്കി, ഒരിക്കൽ എന്റെ കണ്ണിൽ പെട്ടിരുന്നെങ്കിൽ നീ ഇന്ന് ജീവനോടുണ്ടാകൂല. അവരെ ഈമാനാണത്. അവിടെ ആ വ്യത്യാസമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാൻ വന്നത് അപ്പുറത്ത് മകനാണെന്നോ വാപ്പയാണെന്നോ എളാപ്പയാണെന്നോ മൂത്താപ്പയാണെന്നില്ല. ഈമാനിന്റെ കാര്യത്തിൽ മുന്നോട്ട് നീങ്ങിയാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ശത്രുക്കളല്ലേ ഇവർ. ഇവരെന്തിനാണ് നബി തങ്ങളെ വേട്ടയാടാൻ വേണ്ടി വന്നത്? എന്തിനാണ് ഈ ഹുങ്ക് കാണിക്കാൻ വേണ്ടി വന്നത്? ന്യായപരമായിട്ടല്ലോ അന്യായമായിട്ടല്ലേ? അതിന് ചെറുത്തുനിൽപ്പ്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലുള്ള യോദ്ധാക്കളോട് യുദ്ധത്തിന് പോകുന്നതിന്റെ മുമ്പ്, സമരത്തിനിറങ്ങുന്നതിന് മുമ്പ് തങ്ങൾ ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതാണ് ബദർ ചെറുത്തുനിൽപ്പാണ്, സമരമാണെന്ന് പറഞ്ഞത്. നിങ്ങളൊരു ശത്രുവിനെയും വേട്ടയാടണമെന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് നീങ്ങരുത്. ചെറുത്തുനിൽപ്പാണ് ലക്ഷ്യം. ആ ശത്രു ഓടിപ്പോവുകയാണെങ്കിൽ നിങ്ങൾ പിന്നാലെ ഓടിപ്പിടിക്കണ്ട, അങ്ങ് പൊയ്ക്കോട്ടെ. കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്ന ദൂരത്താണെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യുക? ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ അമ്പയും തൊട്ടടുത്തെത്തിയാൽ നിങ്ങൾ വാളെടുക്കും. അതെ, അങ്ങനെയാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്. ഓടിപ്പോയിട്ട് ഒരാളെ വെട്ടിമുറിച്ച് നശിപ്പിക്കരുത്. കൂടെ സഹായത്തിന് വന്ന ആളുകൾ ഉണ്ടാകും, നിർബന്ധിതരായി വന്നതാണ്, അവരെ ഒന്നും ചെയ്യരുത്. മക്കളെ ഒന്നും ചെയ്യരുത്. ഭാര്യമാര് വന്നിട്ടുണ്ടാകും, ഒന്നും ചെയ്യരുത്. അവരൊക്കെ സഹായത്തിന് വന്നവരാണ്. ഒരു വസ്തുവും നശിപ്പിക്കരുത്. അവരുടെ സമ്പത്ത് നിങ്ങൾ തീ കൊടുത്ത് കത്തിക്കരുത്. ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതൊരു ചെറുത്തുനിൽപ്പിന്റെ ഭാഗമാണ്, ഒരു ധർമ്മസമരത്തിന്റെ ഭാഗമാണ്. ഈ ചുരുങ്ങിയ ആളുകൾക്ക് അല്ലാഹു വലിയ സഹായം നൽകി. മലക്കുകളെ ഇറക്കിക്കൊടുത്ത് വലിയ സഹായമാണ്. പോരാട്ടത്തിനുള്ള പ്രതിരോധമല്ലേ ഇത്? ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ലാസ്റ്റ് ഘട്ടത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആ പോർക്കളത്ത് നിന്ന് ഇങ്ങനെ പോരാൻ നിൽക്കുന്ന സമയത്ത് ഒരാളുണ്ട് മറവിൽ ഇങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു നോക്കുന്നത്. ആരാന്നറിയോ? പണ്ട് ചൂട് വെച്ച് പൊള്ളിച്ച ഒരാളില്ലേ, ഉമയ്യത്ത് ഇങ്ങനെ. അപ്പൊ എന്താ സംഗതി? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹും ഉമയ്യത്തും ചെറിയൊരു രജ്ഞിപ്പിലാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിന്റെ ചില കാര്യങ്ങളൊക്കെ ഉമയ്യത്ത് മക്കയിൽ നോക്കാന്ന്, ഉമയ്യത്തിന്റെ ചില വസ്തുക്കളൊക്കെ മദീനയിലുണ്ട്. അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഈ അഡ്ജസ്റ്റ്മെന്റിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കണ്ടപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ഉറക്കനെ വിളിച്ചു പറഞ്ഞു, ഇതാ ഉമയ്യത്ത് ഉമയ്യത്ത് രക്ഷപ്പെട്ടു പോയാ പിന്നെ എനിക്ക് രക്ഷയില്ല. ഇത് അല്ലാഹു എനിക്ക് തന്ന ചാൻസ് ആണ്. ഉമയ്യത്ത് പറയാണ്, എന്റെ അടുത്തേക്ക് വരുമെന്ന് കരുതിയപ്പോ ഞാൻ എന്റെ മകനെ വിട്ടു, ആ മകനെ നോക്കിയിട്ട് അങ്ങ് മാറിപ്പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു മകനെ പണിയാക്കി നേരെ അങ്ങ് കുതിച്ചിട്ട് ഉമയ്യത്തിനൊരു വെട്ടങ്ങ് വെട്ടി. പഴയകാലത്ത് വിവസ്ത്രനാക്കി മരുഭൂമിയിൽ പൊള്ളിച്ച ആളല്ലേ ഉമയ്യത്ത്. ആ ഉമയ്യത്തിനെ തന്നെ അല്ലാഹു തആല ബിലാൽ റളിയല്ലാഹു അൻഹു കൊടുക്കുകയാണ്. കണ്ടില്ലേ നിങ്ങൾ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാതറിഞ്ഞ് വീത്തിയ ആളല്ലേ അബൂജഹല്.
ആ അബൂജഹിലിനെ അന്ന് അവസാനമായി അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോ അബൂജഹിൽ അങ്ങനെ കൂർക്കം വലിച്ച് കിടക്കുന്നുണ്ട്. പണിയായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഒന്ന് തട്ട് നോക്കിയപ്പോ അബൂജഹിൽ കണ്ണു തുറന്നു. ഇത് സംഗതി പണിയായിട്ടില്ലല്ലോ, ചോര വാർന്ന് കിടക്കുന്നേ ഉള്ളൂ, ശ്വാസമൊന്നും പോയിട്ടില്ല. അബൂജഹലിന്റെ മുകളിലാണ് കൊത്തിപ്പിടിച്ച് കയറിയിരുന്നപ്പോ അബൂജഹൽ ഇങ്ങനെ നോക്കിയിട്ട് യാ റുവൈഇയൽ ഗനം ഒരു വിളി വിളിച്ചു. ഓ കൊച്ചു ആട്ടിടയാ, പഴയ കാലത്ത് ആടിനെ മേച്ച് ജീവിച്ച ആളാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബൂജഹലിനെ ആടൊക്കെ മേച്ചിട്ടുണ്ട് പഴയ കാലത്ത് മക്കയിൽ. ലഖദ് ഇർതഖൈത മർതഖൻ സ്വഅബാ, പ്രയാസമുള്ള ഒരു പുറത്താണല്ലോ കയറിയിരുന്നതെന്ന് പറഞ്ഞു. ഇതുവരെ കയറിയിരിക്കാത്തൊരു സ്ഥലത്താണ് ഇപ്പൊ കയറിയിരുന്നത്, നല്ല സ്റ്റേജിലല്ലേ കയറിയിരുന്നത്. അപ്പൊ ചോദിച്ചു എങ്ങനെയുണ്ട്, ആർക്കാണ് അല്ലാഹു തആല ശക്തി നൽകിയത്, ആർക്കാണോ? വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, ഞങ്ങൾക്ക് അല്ലാഹു തആല വലിയ അഭിമാനം തന്നു, അന്തസ്സ് തന്നു, ആത്മാഭിമാനം തന്നു. ഞങ്ങൾ അല്ലാഹു തആല എല്ലാ അർത്ഥത്തിലും സഹായിച്ചു. നിങ്ങളെ നേതാക്കളല്ലേ കിടക്കുന്നതൊക്കെ, നിങ്ങൾക്ക് അല്ലാഹു വലിയ പരാജയം, നിങ്ങളെ കിബ്റിന് അല്ലാഹു തആല തന്ന തിരിച്ചടിയാണിത്, നിങ്ങളെ മർദ്ദനത്തിന് അല്ലാഹു തആല തന്ന പ്രതിരോധമാണിത്. ആരെല്ലാം മർദ്ദന മുറകൾ ശക്തമാക്കിയിട്ടുണ്ടോ അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഉത്ബയും ഷൈബയും അല്ലേ സഹോദരങ്ങളെ, മൂന്നാളുകളെ കൂട്ടത്തിൽ ആദ്യം വന്നു നിന്നത് ആരാണ്? ഈ ഉത്ബയും ഷൈബയും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ത്വായിഫിൽ വെച്ച് കല്ലെറിയിപ്പിച്ചവരാണ് ഉത്ബയും ഷൈബയും, റബീയത്തിന്റെ രണ്ട് മക്കൾ. ചെറുതാണോ അവർ ചെയ്ത അക്രമങ്ങൾ? വലീദ് ചെയ്ത അക്രമങ്ങൾ ചെറുതാണോ? ആ അക്രമങ്ങൾക്കുള്ള തിരിച്ചടിയാണ് അല്ലാഹു നൽകിയത്. അബൂജഹൽ പറയുന്നു, എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? അല്ലാഹു എല്ലാ ഇസ്സത്തും ഞങ്ങൾക്ക് തന്നു. എന്നെ ആരാണ് വെട്ടിവീഴ്ത്തിയത്? ഇബ്നു അഫ്രാന്റെ രണ്ട് മക്കളാണെന്ന് പറഞ്ഞപ്പോ അബൂജഹൽ പറഞ്ഞു, ആ കർഷകരെ കൈകൊണ്ടാണോ എനിക്ക് വെട്ടികിട്ടിയത്? ഏതെങ്കിലും നല്ല ഹൈ ലെവലുള്ള ആൾക്കാരെ കൈകൊണ്ടാണെങ്കിൽ ഒരു അഭിമാനം ഉണ്ടായിരുന്നു. കൃഷിക്കാരോടുള്ള ഒരു പുച്ഛ മനോഭാവമാണ് അവൻ പ്രകടിപ്പിച്ചത്. കുറച്ചുകൂടി കഴിഞ്ഞ് ഇവനെ ഒന്ന് അവസാനം പണിയാക്കിയാൽ ഇവനോട് ഏറ്റുമുട്ടി എന്നൊരു ഷഹാദത്തിന്റെ മധുരം അല്ലാഹു എനിക്കും തരുമല്ലോ എന്ന് കരുതിയിട്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുള്ള ചെറിയൊരു കത്തിയുണ്ട്, ഒരു പീച്ചാങ്കത്തി എന്ന് പറയാ, അതെടുത്തിട്ട് അവന്റെ തല എങ്ങനെ അറുക്കാൻ നോക്കുന്ന സമയത്ത് അങ്ങോട്ട് ഏശുന്നില്ല. അബൂജഹൽ പറഞ്ഞു, അതങ്ങ് വിട്ടേക്ക്, അതുകൊണ്ടൊന്നും നടക്കൂല, അത് വെറുതെ ഇങ്ങനെ കൈ കൊയ്യാന്നല്ലാതെ എന്റെ അരയിലുണ്ട് നല്ല ഒന്ന് കത്തി, അത് എടുത്തോന്ന് പറഞ്ഞു. അതും കൂടെ ഊരി നോക്കുമ്പോ എന്താ അതിന്റെ മിന്നിത്തിളക്കൊക്കെ, നല്ല ഹൈ പവർ സാധനമാണ്, നല്ല വിലപിടിപ്പുള്ളൊരു കത്തിയാണ്, ചെറുതൊന്നല്ല, 1-2 ദീനാറും ദിർഹമിനൊന്നും കിട്ടൂല. അതുകൊണ്ടങ്ങ് അറുക്കുന്നതിന് നിൽക്കുന്ന അവസാനം ഒരു കാര്യം പറയാണ്ട്, നീ നിന്റെ നേതാവിനോട് പോയിട്ട് അവസാനം ഒരു കാര്യം പറയണം, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ളത് നിന്റെ നേതാവിനോടാണ്. അവസാനം അബൂജഹൽ പറഞ്ഞ കാര്യ. അപ്പൊ എത്രമാത്രം അവന്റെ ദുൽമു, എത്രമാത്രം അവന്റെ കിബറ് നോക്കി നിങ്ങൾ, ചെറുതാണോ? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അറുത്ത് മാറ്റിയിട്ട് ഈ തല എങ്ങാനൊന്ന് പൊക്കി കൊണ്ടുപോകണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ടെന്റിലേക്കൊന്ന് കാണിക്കാൻ വേണ്ടി എന്നുള്ളവർക്ക് തല പൊക്കി നോക്കിയപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീണുപോയി. അങ്ങനെ തല വന്ന് അത്രയും വലിയ കനാണ് തലക്ക്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ഒന്ന് അത് പൊക്കിക്കൊണ്ടുപോകാൻ മഹത്തുള്ള തലയല്ല, പിന്നെ അതിനൊരു കനം വേറെയുണ്ട്. എത്ര ബഹുമാനുള്ള തലയൊന്നുമല്ലല്ലോ, ആട്ടുനിലക്ക് അതിനേക്കാളും വലിയ ബഹുമാനല്ലേ. ഇരിക്കട്ടെ, ആ തല പൊക്കിക്കൊണ്ടുപോകാതെ ഇനി എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും എന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു വചനമുണ്ട്. ആ വചനത്തിന്റെ പുലർച്ചയെന്നോണം ഒരു വലിയ വചനം അവിടെ പുലരുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആനോദിയതിൽ കാതരിഞ്ഞു വീഴ്ത്തിയില്ലേ, അന്ന് ആ ഘട്ടത്തിൽ വന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കി കൊടുത്ത ആയത്താണ് കല്ലാ ലഇല്ലം യന്തഹി ലനസ്ഫഅം ബിന്നാസിയാ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിആ. ഈ അക്രമത്തിന്റെ പണി അബൂജഹൽ നിർത്തുന്നില്ലെങ്കിൽ അവന്റെ മൂർദാവ് പിടിച്ച് നമ്മൾ നിലത്തിലൂടെ വലിച്ചു കൊണ്ടുപോകും. ആ കളവ് മാത്രം ചിന്തിക്കുന്ന, തെറ്റ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന മൂർദാവില്ലേ, അത് നിലത്തിലൂടെ അങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും എന്ന് അല്ലാഹു തആല നൽകിയൊരു പ്രഖ്യാപനമുണ്ട്, ഒരു വചനമുണ്ട്, ഒരു പ്രവചനമുണ്ട്. അതിന്റെ പുലർച്ചയെന്നോണം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാതിനൊരു ഓട്ട തുളച്ചു. കാരണം പ്രതിരോധം അങ്ങനെയല്ല, കാതല്ലേ മുറിച്ചത്, അപ്പൊ കാതിനൊരു ഓട്ട. ആ അതിൽ ചെറിയൊരു ഒരു കയറ് കുടുക്കിയിട്ട് വലിച്ചങ്ങനെ കൊണ്ടുപോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഹാദാ റഅ്സു അബീ ജഹൽ, ഇത് അബൂജഹലിന്റെ തലയാണ്.
എല്ലാ അക്രമങ്ങൾക്കും അതിക്രമങ്ങൾക്കും നേതൃത്വം നൽകിയ മഹാകിബ്രനായ അബൂജഹലിന് അല്ലാഹു തആല കൊടുത്ത ശിക്ഷ, അതേ ഈ രൂപത്തിൽ അബൂജഹലിന്റെ തല കണ്ടപ്പോ തങ്ങൾ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലി ഒരു ശുക്രിന്റെ സുജൂദ് ചെയ്തു. അവസാനം പറഞ്ഞു ഇബ്നു മസ്ഊദ് തങ്ങൾ നബിയെ, അവസാനം അബൂജഹൽ എന്നോട് പറഞ്ഞ വാക്ക് തങ്ങളോടാണ് അവൻ ഈ ദുനിയാവിൽ ഏറ്റവും വെറുപ്പുള്ളത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടിട്ട് പറഞ്ഞു, ഫിർഔനി അശദ്ദു മിൻ ഫിർഔനി മൂസാ, എന്റെ ഫറോവ മൂസാ നബിയെ ഫറോവയെക്കാളും കടുത്ത മനസ്കനായി പോയി. മൂസാ നബിയുടെ ഫിർഔൻ ചെങ്കടലിൽ ഇങ്ങനെ മുങ്ങിത്തായുന്ന സമയത്ത് പറഞ്ഞ വാക്ക് ആമന്തു ബി അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീല വ അന മിനൽ മുസ്ലിമീൻ. മൂസാ നബിയെ, ബനൂ ഇസ്രായീൽ ഏത് ഇലാഹിനെ കൊണ്ടാണോ വിശ്വസിച്ചത് അതേ ഇലാഹിനെ കൊണ്ട് ഞാനും വിശ്വസിച്ചു, എന്നെ രക്ഷപ്പെടുത്തണം മൂസാ നബിയെ എന്നാണ് അവസാനം അവൻ പറഞ്ഞത്. എന്റെ ഫിർഔനോ ദേഷ്യത്തിന്റെ വാക്കാണ് അവസാനം പറഞ്ഞത്, വെറുപ്പിന്റെ വിയോജിപ്പിന്റെ വാക്കാണ്. കടുപ്പമുള്ള ഫിർഔൻ അതല്ല, ഇതാണ് ആള്. കടുപ്പമേറിയ മനസ്സ്, കടുത്ത മനസ്കഥ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത വിജയം. ആ ബദർ കഴിഞ്ഞ്, പരിശുദ്ധമായ ബദർ കഴിഞ്ഞ് സ്വഹാബത്ത് മദീനയിലേക്ക് പോകുമ്പോ ചെരുപ്പ് ധരിക്കാത്തവരാരുമില്ല, വാഹനങ്ങളില്ലാത്തവരില്ല. എല്ലാവർക്കും കുതിരകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, കഴുതകളുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. വസ്ത്രങ്ങൾ ഏറെ കിട്ടിയിട്ടുണ്ട്, ദീനാറും ദിർഹമും വേറെയുണ്ട്. അല്ലാഹു നൽകിയ സഹായമാണ്. വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാ. ബദറിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചില്ലേ? നിങ്ങളന്ന് ന്യൂനപക്ഷമാണ്. എത്ര ചെറിയ സംഘമാണെങ്കിലും ഈമാനുണ്ടോ, അല്ലാഹുവിന്റെ സഹായം ഉണ്ട്. എപ്പോഴുമുണ്ട്, അപ്പോഴുമുണ്ട്, ഇപ്പോഴുമുണ്ട്. ബദർ നമുക്ക് നൽകുന്ന, ബദരീങ്ങൾ നൽകുന്ന വലിയൊരു പാഠം അതാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദരീങ്ങൾക്ക് വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ, ബദറിൽ പോരാട്ടത്തിൽ ഷഹീദായ ആളല്ലെങ്കിലും ബദറിൽ പങ്കെടുത്തിട്ട് ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോ അതേ പരിചയമില്ലാത്ത തെറ്റി വന്ന ഒരു അമ്പ് ശരീരത്തിലേറ്റിട്ട് ഷഹീദായി പോയ മഹാനാണ് ബഹുമാനപ്പെട്ട ഹാരിസത്ത് ബിൻ നുഅ്മാൻ. ഹാരിസത്ത് ബിൻ സുറാഖ് റളിയല്ലാഹു അൻഹു അപരിചിതമായ ഒരു അമ്പ് വന്നിട്ടാണ് ബദറിൽ ഷഹീദായത്. പോരാട്ട വേളയിലല്ല. ചില പണ്ഡിതന്മാര് മുസ്ലിങ്ങളെ പക്ഷത്തുനിന്ന് ആദ്യം ഷഹീദായത് ഈ പേര് എഴുതി വെച്ചിട്ടുണ്ട്, ഹാരിസത്ത് ബിൻ സുറാഖ. ബദരീങ്ങളിൽപ്പെട്ട ഈ മഹാനുഭാവൻ ഷഹീദായി എന്ന വിവരം തന്റെ ഉമ്മ റുബയ്യ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിച്ചപ്പോ, എപ്പോഴാണ് വിവരം കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങുന്നതിന്റെ മുമ്പ് വിവരം കിട്ടി. ആ ഉമ്മ പറഞ്ഞു, ഞാൻ കരയൂല, എന്റെ മോന് ഷഹീദായ വിഷയത്തിൽ ഞാൻ കരയൂല. എന്റെ മോന് എങ്ങനെയാണ് ഷഹീദായത്, വഫാത്തായത് എന്ന് എനിക്കറിയണം. എന്റെ മകൻ സന്തോഷത്തോടെയാണോ വഫാത്തായത്, എന്നാൽ എനിക്ക് സങ്കടമില്ല. എന്റെ മോൻ അതല്ലാത്ത മാർഗത്തിലാണോ, എന്നാൽ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കാണേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയ ഉടനെ തന്നെ ഹാരിസത്ത് ബിൻ സുറാഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് റുബയ്യ ബീവി റളിയല്ലാഹു അൻഹ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ആകൊരു മകനല്ലേ ഉള്ളത്, ഹാരിസത്ത് ബിൻ സുറാഖ. ഞാൻ വല്ലാതെ സ്നേഹിക്കുന്ന മോനാണ്, വല്ലാതെ ബഹുമാനം നൽകിയ മോനാണ്. ഫയ്യകും ഫിൽ ജന്നത്തി അസ്ബിർ വഹതസിബ്. എന്റെ മോന് സ്വർഗത്തിലാണെങ്കിൽ ഞാൻ ക്ഷമിച്ചോളാ, എനിക്ക് പരാതിയൊന്നുമില്ല, ഞാൻ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചോളാം. വഇൻ തകുനിൽ ഉഖ്റാ, സ്വർഗത്തിലല്ലെങ്കിലോ ഞാൻ ഇവിടെ ചെയ്യുന്നത് തങ്ങൾ കാണേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ റുബയ്യ ബീവി, യാ ഉമ്മ ഹാരിസ, ഇന്നഹാ ജിനാനും കസീറ. സ്വർഗം ധാരാളം ഉദ്യാനങ്ങളല്ലേ. വ ഇന്നഹു ലഫിൽ ഫിർദൗസിൽ അലാ, നിങ്ങളെ മോന് സ്വർഗത്തിലെ ഫിർദൗസിലാണ്. നോക്ക് സഹോദരന്മാരെ, പോരാട്ടത്തിൽ ഷഹീദായ മഹാനല്ല, വെള്ളം കുടിക്കുമ്പോ അപരിചിതമായ ഒരു അമ്പ് വന്നിട്ടാണ് മഹാനവറുകൾ ഷഹീദാകുന്നത്.
പക്ഷേ ബദറിലാണോ, ബദരീങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണോ, അള്ളാഹു നൽകിയ ബഹുമാനം ചെറുതല്ല. സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അത് പറഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം ആ ഉമ്മാക്ക്. പോകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പാത്രം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അതിൽ തങ്ങൾ കൈയൊന്ന് മുക്കി തങ്ങൾ അവിടെ ആ വെള്ളത്തിലേക്കൊന്ന് കൊപ്പിളിച്ചു. ഹാരിസ റളിയല്ലാഹുവിന്റെ മാതാവിന് ആ വെള്ളം കൊടുത്തു. ആ മാതാവ് അത് കുടിച്ചു. ആ മാതാവിന്റെ കൂടെ റുബയ്യ ബീവിന്റെ കൂടെ സഹോദരിയുമുണ്ട്, സഹോദരിക്കും അത് കൊടുത്തു. അവരത് കുടിച്ചു. എന്നിട്ട് ആ പാത്രത്തിൽ ബാക്കിയുള്ള വെള്ളം ആരിടത്തിലേക്കും അവരുടെ മുഖത്തേക്കൊക്കെ തെളിച്ചു. അവർ തന്നെ എടുത്ത് ഇങ്ങനെ തെളിച്ചു. അവരല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് മടങ്ങിപ്പോന്നു. വമാബിൽ മദീനത്തി ഇംറഅതാനി അഖറ മിൻഹുമാ ഐനാ വലാ അസറാ. മദീന പെണ്ണുങ്ങളിൽ ഇത്രയേറെ സന്തോഷിച്ച, ഇത്രയേറെ കൺകുളിർമ കിട്ടിയ സഹോദരിമാര് വേറെയില്ല. സ്വന്തം മകനാണ് ബദറിൽ ഷഹീദായത്, സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോ വല്ലാത്ത സന്തോഷമാണ്. ആ ബദരീങ്ങളോടുള്ള മഹത്വം കൊണ്ട് മഹബത്ത് കൊണ്ട് അള്ളാഹു നമ്മളെയും രക്ഷപ്പെടുത്തട്ടെ. ഉസ്താദെ, ഉറൂസ് നടത്തിയിട്ട് ഭക്ഷണം കൊടുത്തിട്ട് മാംസം കൊടുത്തിട്ട് സംഭാവന കൊടുത്തിട്ട് അവരോടൊപ്പം സ്വർഗത്തിൽ എത്താൻ കഴിയോ? ഇനി അതേ നമുക്ക് മാർഗമുള്ളൂ. അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് ഭക്ഷണം കൊടുക്കുക. അങ്ങനെ ഒരു ചര്യം ലോകത്ത് ആരാ കൊണ്ടുവന്നത്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വർഷത്തെ അവലംബമായി പിന്തുണയേകി നിന്ന ഒരു പുരുഷനേക്കാൾ അല്ല, 10 പുരുഷനേക്കാൾ അല്ല, 100 ആണുങ്ങളെക്കാൾ വലിയ മനോവീര്യത്തോടുകൂടെ തങ്ങൾക്ക് വേണ്ടി സഹായം നൽകിയ വലിയ മഹദിയായ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹ ഇടക്കിടക്ക് തങ്ങൾ അങ്ങനെ അനുസ്മരിക്കും. ഖദീജ ബീവിയെ പറ്റി പറയാത്തൊരു ദിവസമില്ലെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. നമ്മളെ വർഷത്തിൽ ഒരിക്കലല്ലേ ബദരീങ്ങളെ പറ്റി അനുസ്മരിക്കുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എൻ്റെ വീട്ടിൽ വരുന്ന എല്ലാ ദിവസവും നബി തങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ് ഖദീജ റളിയല്ലാഹു അൻഹ മഹത്വം. അത് പറയാത്തൊരു ദിവസമില്ല. എല്ലാ ദിവസവും വീട്ടിലേക്ക് വരുമ്പോൾ പറയും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, അന്ന് അവിടെ ഒരു സഹായം ചെയ്തു. ഞാൻ പച്ചില ഭക്ഷിച്ച് അവിടെ ഷൈബ ബി ത്വാലിബിൽ കഴിയുമ്പോൾ കുടുംബക്കാരൊക്കെ വന്ന് വിളിച്ചിട്ടും പോകാതെ എൻ്റെ കൂടെ ഉറച്ചു നിന്ന് എനിക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു, സഹായങ്ങളൊക്കെ ചെയ്തു. വലിയ ബഹുമാനങ്ങളാണ് എനിക്ക് തന്നത്. ഇതിങ്ങനെ ആവർത്തിച്ച് പറയും. അതുകൊണ്ട് മതിയാക്കൂല. അതാണ് അനുസ്മരണം. പലപ്പോഴും തങ്ങൾ ആടിനെ അറുക്കാറുണ്ട്. വിവിധ കഷ്ണങ്ങളാക്കി അതിനെ ഭാഗിക്കും. പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളിലേക്ക്, കുടുംബക്കാരിലേക്ക് ഓരോ വിഹിതം കൊടുത്തയക്കുന്നു. അത് മഹബത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അള്ളാഹു നമ്മുടെ ഉറൂസും ആ തരത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആ ബദരീങ്ങളോട് നല്ല ബഹുമാനം കാണിക്കണം. ബദരീങ്ങളോട് ഒരു ദേഷ്യവും നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകരുത്. ബദരീങ്ങൾ അള്ളാഹു ഏറ്റവും വലിയ മഹത്വം നൽകിയവരാണ്. തുല്യതയില്ലാത്ത മഹത്വം നൽകിയവരാണ്. അവരെ ശരീരത്തിനുള്ള ബഹുമാനം എന്താന്ന് പറയുക? നിങ്ങൾ ബദരീങ്ങളെ കൂട്ടത്, ബദരീങ്ങൾക്ക് അള്ളാഹു തആല കൊടുത്ത കാവല് പോലെ ലോകത്താർക്ക് അള്ളാഹ് കാവലെടുത്തത് ഒന്നും വേണ്ട. അവർക്ക് അള്ളാഹു തആല പ്രൊട്ടക്ഷൻ അത്രയും കൊടുത്തു. ഒരു ഉദാഹരണം പറയട്ടെ. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തല എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി റോം രാജാവിന്റെ ദൂതൻ മദീനയിൽ വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആണ് അന്ന് ഭരിക്കുന്നത്. ബദരീങ്ങൾപ്പെട്ട മഹാനല്ലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹുവിന്റെ തലയെടുത്ത് കൊണ്ടുപോയാൽ ഈ വന്ന ദൂതൻ ഒരുപാട് പ്രസന്റേഷൻ സമ്മാനം കിട്ടും. റോം രാജാവാ പറഞ്ഞയച്ചത്. അന്ന് റോമിലെ രാജാവിന് വലിയ സ്ഥാനമുണ്ട്, വലിയ ബഹുമാനമുണ്ട്, വലിയ സൈന്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം മദീനയിൽ വന്നിട്ട് ചോദിച്ചു, ഖലീഫയുടെ കൊട്ടാരം ഏതാണ്? സ്വഹാബത്ത് പറഞ്ഞു, ഖലീഫക്ക് കൊട്ടാരമൊന്നുമില്ല, പിന്നെ ആ കാണുന്ന ചെറിയ വീടാണ്. അവിടെ പോയി അയാൾ അന്വേഷിച്ചു. അവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഇല്ല. അയാൾ അങ്ങനെ നടന്നങ്ങനെ പോകുമ്പോ മരുഭൂമിയിൽ ഒറ്റക്ക് നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഒരു മരത്തിന്റെ ചുവട്ടിൽ അങ്ങനെ കടന്നുറങ്ങുന്നുണ്ട് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അംഗരക്ഷകരില്ല, വാളില്ല, കത്തിയില്ല, ആരുമില്ല. അപ്പൊ ഈ മനുഷ്യൻ ഇങ്ങനെ നിന്നിട്ട് നോക്കിയിട്ട് പറയാണ്, പടച്ചോനെ
ഇക്കിടക്കുന്ന മനുഷ്യനെയാണോ കിസ്റയും കൈസറൊക്കെ പേടിക്കുന്നത്? എവിടെ കിടക്കുന്നത്? ഒരു മരത്തിന്റെ ചോട്ടിൽ. ഈ മനുഷ്യന്റെ ഈ കിടക്കുന്ന വ്യക്തിയുടെ ഒരു എഴുത്തങ്ങ് വരുമ്പോഴേക്ക് കിസ്റ രാജാവ് ഞെട്ടിവറക്കാണ്, കൈസർ രാജാവ്, എല്ലാ രാജാക്കന്മാരും പേടിച്ചു പോകാണ്. ആ രാജാക്കന്മാരൊക്കെ പേടിക്കുന്ന ഒരു മഹാനാണോ, ഒരു മനുഷ്യനാണോ കിടക്കുന്നത് എന്നിങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ ചിന്തിച്ചു, തലയങ്ങ് എടുത്താലോ? കാരണം ആരും കാണാനില്ലല്ലോ, രാജാവിന്റെ വലിയ സമ്മാനം കിട്ടും, ഒരുപക്ഷെ പ്രൈവറ്റ് സെക്രട്ടറി പിന്നെ ഞാനായി മാറും. മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നപ്പോഴേക്ക് നമ്മൾ ആലോചിക്കണം, ബദരീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന കാവല്. ഉമർ റളിയല്ലാഹു അൻഹു നല്ല ഉറക്കത്തിലാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിച്ചത് കാണാം, മറ്റു പല മഹാന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട്. മണ്ണിന്റെ അടിയിൽ നിന്ന് നായേക്കാൾ വലുപ്പമുള്ള ജീവികൾ ആ മനുഷ്യന് നേരെ കുരച്ചു ചാടി കടിക്കാൻ വേണ്ടി ഒരൊറ്റ ചാട്ടം ചാടി. മനസ്സിലൊരു ചിന്ത വന്നിട്ടേ ഉള്ളൂ. കിടക്കുന്നത് ആരാന്നറിയോ? ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബദരീങ്ങളെ തൊട്ട കളി അത് നടക്കൂല. മനസ്സിൽ അങ്ങനെ ചിന്തിച്ചപ്പോഴേക്ക് നിങ്ങൾ നോക്ക്, ഭൂമിക്കടിയിൽ നിന്ന് നല്ല വിഷാംശമുള്ള നായേക്കാൾ വലുപ്പമുള്ള ജീവികൾ കുരച്ചു ചാടി. ആ ചാട്ടം കൊണ്ട് വന്നപ്പോഴേക്ക് ആ മനുഷ്യൻ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതൊരു ബഹുമാനാണ്. ബദരീങ്ങളെ കൊണ്ട് അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കുന്ന കണ്ടില്ലേ? എന്തൊരു ബഹുമാനാണ് കിട്ടിയത്. ഇവിടെ ആരാളുള്ളത്? അംഗരക്ഷകർ ആരുണ്ടോ? ആരുമില്ല. പക്ഷേ ഉണ്ട്. അല്ലാഹു പറഞ്ഞില്ല, അന്നീ മഅകും, എന്റെ സഹായം സദാ നിങ്ങൾക്കുണ്ട്. യുദ്ധത്തിൽ മാത്രമല്ല, വിജനസ്ഥലത്തുമുണ്ട്, ദുനിയാവിലുമുണ്ട്, ആഖിറത്തിലുമുണ്ട്. എല്ലാ ഘട്ടങ്ങളിലും എന്റെ സഹായമുണ്ട്. ഒന്നും പേടിക്കേണ്ട. ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോ ആ മനുഷ്യൻ തുറന്നു പറഞ്ഞു, ഞാൻ റോമിൽ നിന്ന് വരികയാണ്, രാജാവിന്റെ ദൂതനാണ്, എന്റെ ലക്ഷ്യം ഇതായിരുന്നു. പക്ഷേ അള്ളാഹു നിങ്ങൾക്ക് തന്ന ബഹുമാനം മനസ്സിലാക്കി ഞാൻ എന്റെ ധാരണ തിരുത്തി. വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. സഹോദരന്മാരെ, ദുനിയാവിലുള്ള ബഹുമാനം കൊണ്ട് തീരുന്നുണ്ടോ? വഫാത്തിന്റെ ശേഷവും അവരുടെ ശരീരത്തിന് വലിയ പ്രൊട്ടക്ഷനാണ്. അത് പറഞ്ഞാൽ തീർക്കാൻ കഴിയൂല. ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ഉദാഹരണമായി പറയട്ടെ, ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഹുജ്റത്തു ഷരീഫയുടെ ഭിത്തി മുകളിലേക്കൊന്ന് മുട്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് വരെ അവിടെ അരഭിത്തിയായിരുന്നു ഉണ്ടായിരുന്നത്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. മുകളിലേക്ക് അതൊന്ന് മുട്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. 4 ഭാഗത്തുനിന്നും ചുമര് പൊടിച്ചു. തായ് ഭാഗത്ത് ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ അടർത്തിക്കൊണ്ടിരിക്കുമ്പോ നല്ല ഒരു കാൽപാദം പുറത്തേക്ക് വെളിവായി. തൊഴിലാളികൾ പേടിച്ചുപോയി. ഇത് ഉമർ റളിയല്ലാഹുവിന്റെ കാലാണ്. ഒരുപാട് പ്രാവശ്യം ഈ കാല് ഞാൻ കണ്ടിട്ടുണ്ട്, അടുത്ത് ഞാൻ ഇരുന്നിട്ടുണ്ട്. ഈ കാല് എനിക്ക് ശരിക്ക് പരിചയമുണ്ട്. എത്ര വർഷമായി സഹോദരങ്ങളെ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് കാലിന്റെ ഒരു നഖം പോലും പോയിട്ടില്ല. കാരണം എന്താണ്? അല്ലാഹു അവർക്ക് നൽകിയ ബഹുമാനമാണ്. വലാ തഖൂലു ലിമൻ യഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായി പോയ മഹാന്മാരെ പറ്റി അവർ മരിച്ചവരാണെന്നോ ജീർണിച്ചവരാണെന്നോ മണ്ണോട് ചേർന്നവരാണെന്നോ നിങ്ങൾ പറയരുത്. ആ പറച്ചിൽ തന്നെ ഒരു ഗുരുത്തക്കേടാണ്. ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഹയാത്ത് കാലത്ത് കാണുന്ന കൈ തന്നെ, ഹയാത്ത് കാലത്ത് കാണുന്ന കാല് തന്നെ. എന്തൊരു ബഹുമാനമാണ് അല്ലാഹു തആല നൽകിയത്. ബദരീങ്ങളെ കൊണ്ട് അല്ലാഹു നമുക്കും ബഹുമാനം നൽകട്ടെ. അവരെ മഹബത്ത് വെക്കലാണ് നമ്മുടെ ജീവിതത്തിന്റെ കാതലായ വശം. അവരെ മഹബത്തിന്റെ ഭാഗമായിട്ടാണല്ലോ സഹോദരങ്ങളെ ഉറൂസ് മുബാറക്കൊക്കെ നടത്തുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്ന ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നു. തുല്യതയില്ലാത്ത ബഹുമാനമാണ് ബദരീങ്ങൾക്ക് അല്ലാഹു നൽകിയത്. ആ ബദരീങ്ങളുടെ നേതാവാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബദരീങ്ങൾക്ക് അല്ലാഹു നൽകിയ ബഹുമാനം ചെറിയ ബഹുമാനമൊന്നുമല്ല, വലിയ ബഹുമാനമാണ്. ലോകത്തുള്ള മുസ്ലിങ്ങളിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠതയും ബഹുമാനവും അല്ലാഹു ബദരീങ്ങൾക്കാണ് നൽകിയത്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിച്ചൊരിക്കൽ, മാ തഉദ്ദൂന അഹ്ല ബദരിൻ ഫീക്കും, ബദരീങ്ങൾ ആരെങ്കിലും ഒന്ന് വിഷമിപ്പിച്ചാൽ നബി തങ്ങൾക്കത് സഹിക്കൂല ഒരിക്കലും. 1-2 ഘട്ടങ്ങളിലല്ല, പല ഘട്ടങ്ങളിലും.
ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ ചെറിയ ഒരു ഹദ് ഏൽക്കേണ്ടി വന്നു വിശുദ്ധ ഇസ്ലാമിൽ. ആയിഷ ബീവിന്റെ വിഷയത്തിൽ ആയിഷ ബീവിന്റെ ആരോപണം പറഞ്ഞ് പരത്തിയ മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു കുടുങ്ങി. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ബദരീങ്ങൾപ്പെട്ട മഹാനാണ്. ആ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അതിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള വിഷയം ആയിഷ ബീവി റളിയല്ലാഹു അൻഹു അറിയും. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് എപ്പ ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾ വന്നാലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കസേര വെച്ച് കൊടുക്കും, നല്ല ബഹുമാനങ്ങൾ കൊടുക്കും. അടിമ സ്ത്രീയുടെ കയ്യിൽ കുടിക്കാനും ഭക്ഷിക്കാനുമുള്ള വസ്തുക്കളൊക്കെ കൊടുക്കും. ഇത് കണ്ടു നിൽക്കുന്ന ഒരാൾ ചോദിച്ചു, അല്ല ആയിഷ, നിങ്ങളെപ്പറ്റി പലതും പറഞ്ഞ കൂട്ടത്തിൽ അന്ന് ശിക്ഷ ഏറ്റുവാങ്ങിയാണല്ലേ ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി എന്താണെന്നറിയോ? എന്താ നിങ്ങൾ പറയുന്നത്? ഇന്നഹു ഖദ് ഷഹിദ ബദ്റാ, ബദറിൽ പങ്കെടുത്ത മഹാനാണ്. ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങളിൽ എന്ത് വൈകല്യങ്ങൾ ഉണ്ടായാലും അല്ലാഹ് മാപ്പ് ചെയ്തു കൊടുക്കാൻ ഒരൊറ്റ വരി മതി. ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന് സമർപ്പിച്ച ഒരൊറ്റ വരി മദ്ഹ് മതി. ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങളുടെ വൈകല്യങ്ങളൊക്കെ അല്ലാഹ് മാപ്പാക്കി കൊടുക്കാൻ. ഏതാണ് ആ വരി? ഫഇന്ന അബീ വവാലിദതീ വഇർളീ ലിഇർളി മുഹമ്മദിൻ മിൻകും വിഖാഉ. എന്റെ ഉപ്പയും എന്റെ ഉമ്മയും എന്റെ അഭിമാനവും അങ്ങയുടെ അഭിമാന സംരക്ഷണത്തിനുള്ളതാണ്. ഓ നബിയെ, തങ്ങളുടെ അഭിമാനം കാക്കാനാണ് എന്റെ ഉപ്പ, തങ്ങളുടെ അഭിമാനം കാക്കാനാണ് എന്റെ ഉമ്മ. എനിക്ക് അല്ലാഹു നൽകിയ അഭിമാനവും തങ്ങളുടെ അഭിമാനം കാക്കാനാണ്. ഈ ഒരു സമർപ്പണത്തിന്റെ വരിയുണ്ടല്ലോ, ഈ ഒരൊറ്റ വരി മതി ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾക്ക് അല്ലാഹു മുഴുവനും പൊറുക്കാൻ. ആ ഹസ്സാൻ തങ്ങളെ ഞാൻ എങ്ങനെ ബഹുമാനിക്കാതിരിക്കാനാണ്? ബദറിൽ പങ്കെടുത്ത ആളല്ലേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുപടി നോക്ക് നിങ്ങൾ. എന്റെ വിഷയത്തിൽ ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾക്ക് ഹദ്ദൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് ദുന്യാവിലൊരു ഹുക്കുമല്ലേ, പക്ഷെ ആഖിറത്തിലൊരു ബഹുമാനത്തിനൊരു കുറവുണ്ടാകൂല. അതിൽ പങ്കെടുത്ത മഹാനല്ലേ. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ആ ബദരീങ്ങൾ വന്നൊരു ഭാഗത്ത് അങ്ങനെ സദസ്സിലിരിക്കാൻ സ്ഥലമില്ലാതെ നിൽക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം സ്വഹാബത്തിനോട് പറഞ്ഞു, ഒന്ന് നീങ്ങിയിരിക്കാൻ സ്ഥലമില്ല അവിടെ. അത്ര ഇടുങ്ങിയ ഒരു സ്ഥലത്ത് സ്വഹാബത്തൊക്കെ ഇങ്ങനെ കൈവിന്റെ പരമാവധി ഒപ്പിച്ചിരിക്കാണ്. ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല. തങ്ങൾ പറഞ്ഞു, ഒന്നങ്ങോട്ട് നീങ്ങിയിരിക്കുക. കാരണം രണ്ട് ബദരീങ്ങൾപ്പെട്ട മഹാന്മാർ വന്ന് വാതിൽക്കൽ നിൽക്കാണ്. അവരങ്ങനെ നിൽക്കുമ്പോൾ ആ നൃത്തം തങ്ങൾക്ക് സഹിച്ചില്ല. ആ നിൽക്കുന്നതാരാ? ബദറിൽ പങ്കെടുത്ത രണ്ട് മഹാന്മാരാണ്. ഒന്നങ്ങോട്ട് നീങ്ങിയിരിക്കാൻ സ്ഥലമില്ലാത്ത കൊണ്ട് എല്ലാവരും അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാണ്. അപ്പൊ തങ്ങൾ രണ്ടാൾക്കാരെ പേരെടുത്ത് വിളിച്ചു, ഒന്ന് എണീക്കി എന്ന് പറഞ്ഞു. ബദരീങ്ങളിൽ പെട്ടതല്ലാത്ത രണ്ടാൾക്കാരെ പേരെടുത്ത് തങ്ങൾ എഴുന്നേൽപ്പിച്ച് ആ ബദരീങ്ങൾപ്പെട്ട മഹാന്മാരവിടെ ഇരുത്തിയപ്പോ ഇവരെ മനസ്സിൽ വലിയൊരു വിഷമം. കാരണം ഇത് നിയമത്തിന് എതിരായിട്ടാണല്ലോ ഈ ബഹുമാനം. ഒരാൾ ഇരുന്നിടത്തുനിന്ന് അയാൾ സീറ്റിൽ നിന്ന് എണീപ്പിക്കാൻ പാടില്ല. അപ്പൊ പള്ളിയിൽ തന്നെ ഒരാൾ അവിടെ ഇരുന്നു, ഒരു തോർത്തുമുണ്ടും ടവലൊന്നും ഇട്ടിട്ടില്ലെങ്കിലും തിരിച്ചു വന്നിട്ട് ഞാനിവിടെ ഇരുന്നിരുന്നു എന്ന് പറഞ്ഞാൽ മാറിക്കൊടുക്കണം എന്നാണ് നിയമം. ഇസ്ലാമിന്റെ നിയമം അങ്ങനെ. ഇരുന്നൊരു സീറ്റുമായിട്ട് ആ ഇരുന്ന ആൾ ബന്ധപ്പെട്ടതാണ്. പക്ഷെ ആ നിയമത്തിന് എതിരായിട്ട് തങ്ങൾ ബഹുമാനത്തിന് പരിഗണന കൊടുക്കൂ. ബദരീങ്ങൾ അവിടെ നിന്നപ്പോ ഈ വിഷയത്തിൽ മനസ്സിൽ വലിയ വിഷമം ആ സ്വഹാബത്തിന് വന്നപ്പോൾ അല്ലാഹു തആല ആയത്തിറക്കി, ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും വഇദാ ഖീല അൻഷുസു ഫൻഷുസു യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ഒരുപോലെയല്ല. ഈമാനിൽ ഹൈ പവറിലുള്ള മഹാന്മാരുണ്ട്, അവരാണ് ബദരീങ്ങൾ. അവർക്ക് ഇരിക്കാൻ സീറ്റ് കൊടുക്കണം. അതിനാണ് അല്ലാഹു തആല പറഞ്ഞതൊന്ന് വിശാലമായി കൊടുക്കുന്നു പറഞ്ഞാൽ വിശാലമായി കൊടുക്കണം, എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കണം. എല്ലാവരും ഒരേപോലെയല്ല. ഇർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഈമാനിൽ തന്നെ വ്യത്യസ്ത ഡിഗ്രികളുള്ള ആൾക്കാരുണ്ട്. ബദരീങ്ങളുടെ ഈമാൻ പിൽക്കാലത്ത് ആർക്കുമില്ല. ബദരീങ്ങൾ വലിയ ഈമാനുള്ളവരാണ്. അതേപോലെ തന്നെ മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ളവർ മൻ ശഹിദ ബദറൻ മിനൽ മലായിക, ബദറിൽ പങ്കെടുത്ത മലക്കുകളാണ്. കോടാനക്കോടി മലക്കുകളുണ്ട്. ഈ എണ്ണൊന്നും അല്ലാഹു തആലക്കല്ലാതെ അറിയില്ല. പക്ഷേ ബദറിൽ പങ്കെടുത്ത മലക്കുകളാണ്. ആ കോടിക്കണക്കിന് മലക്കുകളിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ളവർ. ആ ബദരീങ്ങൾ വലിയ മഹത്വമുള്ളവരാണ്. അവരെ മഹത്വം കൊണ്ട് അല്ലാഹു നമ്മൾ വിജയിപ്പിക്കട്ടെ. ആ ബദരീങ്ങളെ ഇകഴ്ത്തി സംസാരിക്കരുത്. ബദരീങ്ങളോട് വലിയ ബഹുമാനപൂർവ്വം പെരുമാറണം. എന്നും അവരിലേക്ക് നമ്മൾ ഫാത്തിഹ ഓതാൻ കഴിയുന്നവരൊക്കെ ഫാത്തിഹ ഓതണം. അതൊക്കെ വലിയൊരു സംരക്ഷണത്തിന്റെ മാർഗമാണ്. ആഖിറത്തിൽ കാണുമ്പോൾ നമ്മളൊരു നോട്ടം അവർ നോക്കണം. 6 പതിറ്റാണ്ടിലേറെയായി ഈ നാട്ടിൽ നടക്കുന്ന ഈ സംരംഭം
എല്ലാ ആളുകളും ഒരുമിച്ച് അള്ളാഹു കബൂലാക്കട്ടെ. ഇത് വലിയ സന്തോഷമുള്ളൊരു മജ്‌ലിസാണ്, വലിയ സന്തോഷമുള്ള മജ്‌ലിസാണ്. പുറത്ത് ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ കണ്ടില്ല നിങ്ങൾ, എല്ലാ പതാകയും ഒരുമിച്ച് കെട്ടിയിരിക്കുന്നു. നല്ല സന്തോഷത്തിൽ അള്ളാഹു റാഹത്തായി സ്വീകരിക്കുമാറാകട്ടെ. നല്ല സന്തോഷമുള്ള മജ്‌ലിസാണ്. ഈ ഒരുമയും ഐക്യവും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അന്നേരം ഉസ്താദ് നേരത്തെ പറഞ്ഞല്ലോ, ഒറ്റക്കെട്ടായി 60 വർഷത്തിലധികമായി 30 വർഷമായി ഉസ്താദ് എന്നത് കൊണ്ടു കിടക്കുന്നത് ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ്. ഇവരൊക്കെ ഈ കാണുന്ന ഉമറാക്കളും ഉലമാക്കളൊക്കെ ഇതിന് നേതൃത്വം നൽകുന്ന പങ്കാളികളാകുന്ന, നമ്മളോടൊപ്പം നേരത്തെ സഹായിച്ചിരുന്ന പലരും ഇന്ന് നമ്മളോടൊപ്പമില്ല. അവരെ ഹദ്റത്തിലേക്കൊക്കെ ഈ സദസ്സിന്റെ വെളിച്ചം അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ബദരീങ്ങളുടെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയൂല. അവർ ദുനിയാവിലും ആഖിറത്തിലും എല്ലാ തരത്തിലും അള്ളാഹു ബഹുമാനം നൽകിയവരാണ്. അവരോടുള്ള മഹബത്ത് കൊണ്ട് രക്ഷപ്പെടലാണ് ഇനി നമുക്കുള്ള മാർഗം. അതിൻ്റെ ഒരു ഭാഗമാണ് മദ്ഹ്, മറ്റൊരു ഭാഗമാണ് ഉറൂസ്, മറ്റൊരു ഭാഗമാണ് അവരെ ചരിത്രം പറയൽ, മറ്റൊരു ഭാഗമാണ് അവരെ ചരിത്രങ്ങൾ അന്വേഷിച്ച് പഠിക്കൽ, മറ്റൊരു ഭാഗമാണ് അവരെ ബദറിൽ പോയി സിയാറത്ത് ചെയ്യൽ. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ ബദറിൻ്റെ രാത്രിയൊക്കെ പലരും ബദറിൽ നിന്ന് വിളിക്കുമ്പോൾ അവിടെ എത്താനുള്ളൊരു മോഹം അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ബദറിൽ നിന്ന് അവരിങ്ങനെ ഉസ്താദ് ഞങ്ങൾ സിയാറത്തിലാണ്, ഞങ്ങൾ ദ്വാരക്കി, ഇവിടുന്ന് ഏതായാലും അങ്ങോട്ട് വരാൻ നമുക്ക് കഴിയൂല. എത്രയോ ആളുകൾ ബദറിന്റെ രാവിലെ നേരെ നാളെ 17 അതിന്റെ തലേന്ന് ബദറിലെത്തുമ്പോൾ ഒരു മാനസികമായ ഒരു സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. നമ്മുടെ നേതാക്കൾ തമ്പടിച്ച ആ സ്ഥലത്ത്, ലോകത്ത് തുല്യതയില്ലാത്ത സഹായം അള്ളാഹു ഇറക്കിക്കൊടുത്ത ആ സ്ഥലത്ത്, മലക്കുകളെ ഇറക്കിയിട്ട് അള്ളാഹു സഹായിച്ച ആ ഒരു സ്ഥലത്ത് അവിടെ ഒന്ന് എത്തുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷല്ലേ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ, തൗഫീഖ് അള്ളാഹു ഏറ്റിത്തരട്ടെ. അതൊന്നും സാധിക്കാതെ അള്ളാഹു നമ്മളെ മൂത്താക്കാതിരിക്കട്ടെ. വലിയ സന്തോഷങ്ങളാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. അല്പം തവസ്സുൽ ബൈത്ത് ബദരീങ്ങളെ പേരിൽ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ മജ്‌ലിസ് നീട്ടിക്കൊണ്ടുപോകുന്നില്ല, കുറഞ്ഞ നേരം ഒന്ന് സംസാരിച്ചു എന്ന് മാത്രം. ബദരീങ്ങളെ മഹത്വം എത്ര പറഞ്ഞാലും തീർക്കാൻ കഴിയൂല. ഞാനിതിൻ്റെ ചെറിയൊരു ഭാഗം പറഞ്ഞതാണ്. നിങ്ങൾ നോക്ക്, വിശ്വാസ രംഗത്ത് സംശയം വന്നിട്ട് വരെ നിങ്ങൾ ആലോചിച്ചു, ഒരു സ്വഹാബിക്ക് തൻ്റെ എളാപ്പയുടെ മകനെ കുറിച്ച് ചെറിയൊരു സംശയം, നബി എൻ്റെ എളാപ്പാൻ്റെ മോന് ചെറിയൊരു നിഫാഖ് ഉണ്ടോ എന്ന് സംശയമുണ്ട്. നിഫാഖ് എന്ന് പറഞ്ഞാൽ വലിയ ഗൗരവമുള്ളതാണ്. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ വലിയ ഗൗരവമുള്ളതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുനാഫിക്കായി പോയ ഒരു രക്ഷയുണ്ടാകൂല. നിഫാഖ് ബാധിക്കാൻ പാടില്ല. ഈമാനിൽ തന്നെ അറിയുറച്ചു നിൽക്കണം. സന്ദേഹങ്ങൾ വരാൻ പാടില്ല, സംശയങ്ങൾ വരാൻ പാടില്ല. ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടോ? പിന്നെന്താ റസൂലുള്ളാഹിനെ വിളിക്കുന്നതിന് സംശയമുണ്ടോ? ബദരീങ്ങൾ പെട്ട ആളെന്നല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഞമ്മക്ക് സംശയം വന്നാൽ പിന്നെ സഹോദരങ്ങളെ നമ്മളെ മക്കൾക്കും സംശയം വരും, ശിഷ്യന്മാർക്കും സംശയം വരും, അടുത്ത മക്കൾക്കും സംശയം വരും, പിന്നെ എല്ലാവർക്കും സംശയമായിരിക്കും. ബദരീങ്ങളെ എന്ന് വിളിക്കുന്നൊരു വിളിയില്ലേ നമ്മളെ നാട്ടില്? എന്നുണ്ട്, പണ്ടക്കും പണ്ടേ ഉണ്ട്. പണ്ടക്കും പണ്ടേ നമ്മളെ ഉമ്മാമാര് വല്യമാര് അവരെ കാലത്ത് തന്നെ ഉണ്ട്. എന്തെങ്കിലും ബദരീങ്ങളെ എന്ന് വിളിക്കും. ചിലരും ബദരീങ്ങൾ പാപ്പാരേ എന്ന് വിളിക്കും. ആ ഒരു വിളി അത് ചെറിയ വിളിയല്ല. യാ അഹ്ല ബദർ, ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന വിളി, ആ വിളിക്ക് വലിയ സഹായമുണ്ട്, വലിയ ബഹുമാനമുണ്ട്. ഒരുപാട് ബഹുമാനങ്ങൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട് പലർക്കും. ഇന്ന് ആനുകാലിക യുഗത്തിൽ തന്നെ അനുഭവങ്ങൾ ധാരാളമുണ്ട്. ചികിത്സയില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ കൈകഴിച്ച ഒരുപാട് രോഗികൾ അവലംബമാക്കിയത് ബദരീങ്ങളെയാണ്. ആ ബദരീങ്ങളെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹു തആല മുറാദ് ഹാസിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്തേ കാരണം? ബദരീങ്ങളെ കൊണ്ട് ദീനിനെ അല്ലാഹു തആല കാത്തില്ലേ. ദീനിന്റെ ആളുകൾക്കും അല്ലാഹു നൽകുന്ന വലിയ കാവലാണ് ബദരീങ്ങൾ. വലിയ മഹത്തുക്കളാണ് ബദരീങ്ങൾ. അവരെ ഇസ്മിന് മഹത്വമുണ്ട്, അവരെ ചരിത്രത്തിന് മഹത്വമുണ്ട്, അവരെ താവടിക്ക് മഹത്വമുണ്ട്, അവരുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികൾക്കും മഹത്വമുണ്ട്. ബദരീങ്ങളെ പേരിൽ സംഘടിപ്പിക്കുന്ന സദസ്സ് മാത്രമല്ല, ഭക്ഷണം മാത്രമല്ല, മാംസം മാത്രമല്ല, വെള്ളം മാത്രമല്ല, എല്ലാറ്റിനും അല്ലാഹു തആല ശിഫ കൊടുക്കും. നമ്മളെ നിയ്യത്ത് പോലെ നമ്മൾ നല്ലോണം കരുതി ചെയ്യണം. ഹദീസ് പണ്ഡിതന്മാരിൽ ഒരു പണ്ഡിതൻ എങ്ങനെ നിങ്ങൾ ഹദീസ് പണ്ഡിതനായെന്ന് ചോദിച്ചപ്പോൾ എന്താ ഉത്തരം പറഞ്ഞതെന്നറിയാം? 30 കൊല്ലം സംസം വെള്ളം കുടിച്ചിട്ടുണ്ട് ഞാൻ. എത്ര കൊല്ലം? നമുക്ക് കഴിയൂല 30 കൊല്ലം സംസം വെള്ളം കുടിക്കാം? നമുക്ക് അതിലപ്പുറം കഴിയൂല. സംസം വെള്ളം എന്ന് പറഞ്ഞാൽ എന്നാളോട് കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി. 5 ലിറ്റർ ഇങ്ങനെ ഓരോ വരവിനും മാസം ഓരോരുത്തർ ഇങ്ങനെ വരാണ്ടാവുമല്ലോ, പരിചയക്കാരോ കുടുംബക്കാരോ കൂട്ടുകാരോ നാട്ടുകാരോ. 30 കൊല്ലം സംസം വെള്ളം കുടിക്കുമ്പോ എന്താ എന്റെ നിയ്യത്ത് അറിയാം? ഒരു ഹദീസ് പണ്ഡിതനാക്കി അള്ളാഹു എന്നെ മാറ്റണം. അതാ നിയ്യത്ത്. അള്ളാഹു ഇപ്പം എനിക്കതിന് സാധിച്ചു. കാരണം ഹദീസുകൾ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഉദ്ധരിക്കുമ്പോൾ അള്ളാഹു തആല കൊടുത്ത ആ ഒരു മെമ്മറി പവറും, ഒരുപാട് ഹദീസുകൾ പഠിക്കാനും ആ ഹദീസിന്റെ വിശാലമായ പഠനം നടത്തിയിട്ട് അന്നത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അദ്ദേഹത്തിന് വിളിച്ചു മുഹദ്ദിസ്. ഹദീസ് പണ്ഡിതനാണ്, തർക്കല്ല.
കാരണം ഹദീസിലെ സംശയങ്ങൾ, ഹദീസിന്റെ വിഷയങ്ങൾ എണ്ണി ഇങ്ങനെ പറയുന്നു, വരിയായി പറയുന്നു. ആ ഒരു യോഗ്യത നേടാനുള്ള കാരണം 30 കൊല്ലത്തെ സംസം വെള്ളം കുടിച്ചപ്പോഴുള്ള നിയ്യത്താണ്. അള്ളാഹു നമ്മുടെ നിയ്യത്ത് നന്നാക്കി തരട്ടെ. നമ്മൾ കുടിക്കുന്ന വെള്ളം ബദരീങ്ങളെ മജ്‌ലിസ്, അവരുടെ പേരിലുള്ള ഭക്ഷണങ്ങൾ ഒക്കെ വലിയ ശിഫയാണ്. ഏറ്റവും വലിയ കാവൽ നമ്മുടെ ഈമാനാണ്. ആഖിറത്തിൽ അവരെ നോട്ടമെത്തുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മജ്‌ലിസ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിഫാഖിന്റെ സംശയം എളാപ്പാന്റെ മോനെ പറ്റി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം എന്താണെന്നറിയോ? അലൈസ ഖദ് ഷഹിദ ബദറൻ, നിങ്ങൾ ആ പറയുന്ന ആ വ്യക്തി ബദറിൽ പങ്കെടുത്ത ആളല്ലേ? അതേ നബി, ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്, എന്നാ സംശയിക്കണ്ട. ബദറിൽ പങ്കെടുത്തവരെ ഈമാന് സംശയിക്കണ്ട എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവർ ഈമാനൊന്ന് വേറെയാണ്, അവരെ ഈമാൻ തുല്യതല്ലാത്ത ഈമാനാണ്. എളാപ്പാന്റെ മോന് മുനാഫിക്കായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങളെ ചോദ്യമാണ്, അലൈസ ഖദ് ഷഹിദ ബദറ, നിങ്ങളെ പറയുന്ന മോന് ബദറിൽ പങ്കെടുത്ത ആളല്ലേ? പിന്നെ ഈമാന് സംശയിക്കണ്ട. സംശയിച്ചിട്ട് നിങ്ങൾ ഈമാനും കൂടി പോകണ്ട. അത്രയും വലിയ മഹത്തുള്ളവരാണ് ബദരീങ്ങൾ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും എണീറ്റ് ഇൻഷാ അല്ലാഹ് തവസ്സുൽ ബൈത്തി ചൊല്ലി ദുആ ചെയ്യാം. അള്ളാഹു നമ്മുടെ സദസ്സ് ഖബൂലാക്കി തരട്ടെ. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദരി യാ അല്ലാഹ് ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മ ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് ഇലാഹി നജ്ജിനാ വക്ഷിഫ് ജമീഅ അദിയത്തിൻ വസ്രിഫ് മകായിദൽ ഇദാ വൽ തുഫ് ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ് ഇലാഹി നഫിസിൽ ഖുറബാ അനിൽ ആസീന വൽ അത്ബാ വകുല്ല ബലിയത്തിൻ വവബാ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ഫകം മിൻ ഹിംയത്തിൻ ഹസലത് വകം മിൻ ദില്ലത്തിൻ ഫുസിലത് وكم من نعمة وصلت بأهل البدير يا الله وكم أغنيت ذا العسر وكم أوليت ذا الفقر وكم عافيت ذا الوزر بأهل البدير يا الله صلاة الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله لقد ضاقت على القلب جميع الأرض مع رحبه فأنج من البلاء الصعب بأهل البدير يا الله أتينا طالب الرفد وجل الخير والسعد فوسع منحة الأيدي بأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فلا تطرد مع الخيبة بل اجعلنا على الطيبة أيا ذا العز والهيبة بأهل البدير يا الله وإن تردد فمناتي لنيل جميع حاجاتي أيا جال الملك
الملمات بأهل البدير يا الله صلاة الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي اغفر وأكرمنا بنيل مطالب منا ودفع مساءة عنا بأهل البدير يا الله إلهي أنت ذو لطف وذو فضل وذو عطف وكم من كربة تنفي بأهل البدير يا الله وصل على النبي البر بلا حد ولا حصر وآل سادة غر وأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله